മതത്തിലും രാഷ്ട്രീയത്തിലും കുഴിമന്തിക്ക് എന്താണ് സ്ഥാനം? ഭക്ഷണങ്ങൾക്കൊന്നും ഇതിൽ സ്ഥാനമില്ല. പക്ഷേ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന് മുന്നോടിയായി തന്നെ ഇവിടെ ഭക്ഷണം ഒരു വിഷയമാണ്. പോർക്ക്, പശു, അതൊക്കെ കാലങ്ങൾ കഴിഞ്ഞ് ഇപ്പോഴും ഇന്ത്യൻ പൊളിറ്റിക്സ് മുന്നോട്ട് പോകുന്നത് ഈ ഒരു മാംസത്തിലൊക്കെ തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ കാണുന്ന വിഷയങ്ങൾ. കാരണം എനിക്ക് തോന്നുന്നു അനുപമയുടെ ചോദ്യം ചേർത്തലയിലെ എനിക്ക് ആ കാര്യത്തിൽ ബാബാജിയോട് ഒരു എതിർപ്പുണ്ട്. കാരണം ഓക്കെ, കൃഷ്ണൻ യാദവനായിരിക്കാം, മാംസം ഭക്ഷിച്ചിട്ടുണ്ടാവും, ഇതെല്ലാം ഹിസ്റ്ററിയാണ്, ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. പക്ഷെ ഒരു ഭൂരിഭാഗം ഒരു ജനങ്ങളുടെ ഒരു വിശ്വാസത്തെ ആ ഒരു സമയത്ത് വ്രണപ്പെടുത്താൻ പാടില്ല എന്നായിരുന്നു എൻ്റെ ഉള്ളിൽ. കാരണം ഹിന്ദുക്കൾ ഉണർന്ന് ഒറ്റക്കെട്ടായി നിൽക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ തന്നെ അതിൻ്റെ ഇടയിൽ ഒരു വിഭാഗീയത എന്ന് പറയുമ്പോൾ ഇവിടെയാണ് അനുപമ. എന്താ വെച്ചാൽ ഇത് ഞാൻ അത് പലപ്പോഴും നമുക്ക് പറയാൻ കിട്ടുന്ന അവസരം കിട്ടുമ്പോൾ എന്താ വെച്ചാൽ ആ ഒരു വിഷയം ഇപ്പോൾ എന്താ ഒരു മുസ്ലിം സ്ഥാപനമാണ് തോന്നുന്നു, സ്ഥാപനം ഏതോട്ടെ, അവരുടെ ബിസിനസ്സാണത്. പക്ഷെ എന്നിരുന്നാൽ പോലും അവർ അവരുടേതായിരിക്കുന്ന വിഷുവിൻ്റെ ആശംസയിൽ കൃഷ്ണൻ്റെ മുന്നിൽ ചിക്കൻ വെച്ചു, അല്ലെങ്കിൽ കുഴിമന്തി വെച്ചു, ബ്രോസ്റ്റോ അൽഫാം എന്താ വെച്ചു, ഇതാണ് വിഷയം. അത് വിവാദമാകുമ്പോൾ അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല, അത് തെറ്റായി, അത് വിശ്വാസികൾക്ക് വ്രണപ്പെടുത്തി എന്നാണല്ലോ സബ്ജക്റ്റ്. വിശ്വാസികളുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്നലകളിൽ വഴി നടക്കാൻ പറ്റാത്ത വിഷയം ഉണ്ടായിരുന്നു. അത് വിശ്വാസമായിരുന്നു. മാറുമറയ്ക്കാൻ പറ്റാത്തത് വിശ്വാസമായിരുന്നു. അൺടച്ചബിലിറ്റി ഉണ്ടായിരുന്നു, വിശ്വാസമായിരുന്നു. വിദ്യ നിഷേധിക്കപ്പെട്ടിരുന്നു, വിശ്വാസമായിരുന്നു. ഈ വിശ്വാസങ്ങളൊക്കെ ആളുകൾ കരുതിയത് ദൈവം പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഗുരുക്കന്മാർ പറഞ്ഞതാണെന്നാണ്. അപ്പോൾ അത് എന്ന് ചില ആളുകൾ തിരുത്തിയോ, അന്ന് തിരുത്തിയ ആളുകളെയൊക്കെ കല്ലെറിഞ്ഞിട്ടേ ഉള്ളൂ. അത് പറഞ്ഞപ്പോൾ തന്നെ ഈ ചിക്കനോ കുഴിമന്തിയോ ഒക്കെ വെക്കുന്ന സമയത്ത് എന്ത് ഭക്ഷണമായാലും ശരിയാക്കാൻ അന്നമാണ്, ഭക്ഷണം ഊർജ്ജമാണ്. ഇത് വെക്കുമ്പോൾ എന്നെപ്പോലെ കൗളം, മലവാരം, ശാക്തേയം ഇതിന് വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് ശബ്ദിക്കുന്ന ഒരാൾ, അത്തരം ഒരാൾ എങ്ങനെ മൗനം ഭുജിക്കും? പ്രത്യേകിച്ച് വിശ്വ ഹിന്ദു പരിഷത്തിൽ പോലുള്ള സംഘടനകളാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുത്തത്. വിശ്വ ഹിന്ദു പരിഷത്ത് വിശ്വ ഹിന്ദു എന്നാണ് അവരുടെ പേര്. മുഴുവൻ ഹിന്ദുക്കൾ, ഞാൻ അവരുടെ പല പരിപാടിക്ക് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അവരോട് വിയോജിപ്പ് അന്ന് തൊട്ട് ഇന്ന് വരെ പ്രകടിപ്പിക്കുന്നത്, വിശ്വ ഹിന്ദു ആകുമ്പോൾ റെപ്രസെൻറ്റേഷൻ വേണം. ഭരണഘടനയിൽ പോലും ആർട്ടിക്കിൾ 38 2 പറയുന്നത് എന്താ വെച്ചാൽ, ഈ പറയപ്പെടുന്ന ഗവൺമെൻറ്റിൻ്റെ ഈ നിയമങ്ങൾ മാത്രമല്ല മറ്റെല്ലായിടത്തും ഈക്വലിറ്റി റെപ്രസെൻറ്റേഷൻ വേണമെന്നാണ് പറയുന്നത്. അത് ജോലിക്കാരായിരിക്കാം, പൊസിഷനായിരിക്കാം. ഇവിടെ വിശ്വ ഹിന്ദു പരിഷത്ത് പോലെ അതൊരു ഭരണഘടന ഒരു വിഷയമായിരിക്കില്ല, എന്നാൽ പോലും പറയുകയാണ്. അപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിന് നേതൃത്വം കൊടുക്കുന്ന മാർഗദർശക് മണ്ഡൽ, അത് സന്യാസി പരമ്പര, ദശനാമി, ശങ്കര പരമ്പരയിൽപ്പെട്ട സന്യാസിമാരാണ്. ഞാൻ പറയപ്പെടുന്ന ശാക്ത, കൗള, മലവാര ട്രൈബ് വിഭാഗങ്ങളുടെ സാമ്പ്രദായിക ആചാര്യന്മാർക്ക് പ്രാതിനിധ്യമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർ ഈ കോഴി മാംസം പോലെ, അല്ലെങ്കിൽ മാംസം ഒരു സബ്ജക്റ്റായിട്ട് എടുക്കുമ്പോൾ ഇത് ടോട്ടൽ ഹിന്ദുവിനെ ഇവർ ഉൾക്കൊണ്ടിട്ടുണ്ടോ? മാംസം മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിക്കുന്ന ഹിന്ദു മോശക്കാരനാവുകയാണ്. ഭൂരിപക്ഷ ഹൈന്ദവരും ഇന്ന് മാംസഭക്ഷണം കഴിക്കുന്നവർ തന്നെയാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. അതും തന്നെ അൽഫാമും കുഴിമന്തിയും ഒക്കെ മാത്രം കഴിക്കുന്ന, അപ്പോൾ ഹോട്ടലിലൊക്കെ രാത്രി ഇറങ്ങി നമുക്ക് കഞ്ഞി ചമ്മന്തിയും കിട്ടില്ല. അപ്പോൾ ഇത് കഴിക്കുന്ന ആളുകളുള്ള സമയത്താണ് നമ്മളോട് പറയുകയാണ്, അല്ല മാംസം കഴി തെറ്റ, അതായത് തെറ്റായി വിശ്വസിക്കുന്നു, കൃഷ്ണന് മാംസം കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് കഴിക്കുന്നവൻ പോലും കരുതുന്നു. അവിടെ ഇത്തരം ഒരു കാഴ്ചപ്പാട് ഉയർന്നു വന്നു കഴിഞ്ഞാൽ കഴിക്കുന്നവൻ പാപചിന്തയോടുകൂടി ഒക്കെയാണ് ഈ ഭക്ഷണം കഴിക്കുക. പാപചിന്തയോടുകൂടി കഴിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഗുണം ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നെഗറ്റീവാണ് ഉണ്ടാവുക. ഇവിടെയാണ് മാംസം കൃഷ്ണൻ കഴിക്കുന്നത് ഞാൻ പറഞ്ഞതല്ല. ഈ ഭാരതത്തിൽ തന്നെയുള്ള കൗളമാർഗം പറയുകയാണ്, ദേവി പൂജയ്ക്ക് മാംസം വേണമെന്ന് മാത്രമല്ല, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്കും പഞ്ചമകാരങ്ങളാൽ മദ്യ മത്സ്യ മാംസാദികളാൽ പൂജ ചെയ്യണമെന്ന്. അത് കൗള നിയമമാണ്. മലബാര സമ്പ്രദായത്തിൽ അതിൻ്റെതായ ദേവതകളാണ്. പലരും ചോദിച്ചു, മലബാരത്തിൻ്റെ ആൾ കൃഷ്ണൻ എന്തിനാ പൂജിക്കണേ ചോദിച്ചു. മലബാരം അവിടെ നിൽക്കട്ടെ, കൗള സമ്പ്രദായം, ശാക്തേയ സമ്പ്രദായം, കൃഷ്ണശ്ച കാളി എന്നാ പറയാ ഇതിൻ്റെ വിഷയം. അപ്പം കൃഷ്ണൻ മാംസം കഴിക്കില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പോലുള്ളൊരു ശ്രമം നടക്കുന്നു. അല്ല ബാബാജി, അപ്പോൾ നേരത്തെ പറഞ്ഞാലോ പറയാം, അല്ലാതെ ഇപ്പോൾ ഒന്ന് മാറ്റി പിടിച്ചോട്ടെ. ഇവിടെയാണ് ഹൈന്ദവ സംഘടനകൾ ഇതുവരെ മാംസം വെച്ച് നിവേദിക്കുന്ന പൂജകളോ അല്ലെങ്കിൽ മാംസഭക്ഷണത്തെ ഇല്ലാതാക്കുന്ന പ്രക്രിയകളോ നടക്കുമ്പോൾ എവിടെയെങ്കിലും സമരം ചെയ്തിട്ട് കണ്ടിട്ടുണ്ടോ? ആദിവാസി, ദലിത്, പിന്നോക്ക വിഭാഗങ്ങളും ബ്രാഹ്മണർ തന്നെ പിഠാരകന്മാരും മൂസത്തുമാരും തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ മാംസം വെച്ച് പൂജിക്കുന്നവർ കഴിക്കുന്നവരുമാണ്. ബംഗാളിലെ ബ്രാഹ്മണർ മാംസം കഴിക്കുന്ന, അല്ലെങ്കിൽ മത്സ്യം കൊണ്ട് പൂജിക്കും, ജലപുഷ്പം അവരെന്ന് പറയുന്നത് ചെയ്യാം, മത്സ്യം കൊണ്ട്. സ്വാമി വിവേകാനന്ദനൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഹൈന്ദവർക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ എന്തെങ്കിലും ശബ്ദിക്കുന്ന സമരം ചെയ്ത് കണ്ടിട്ടുണ്ടോ? 14 ദിവസം നമ്മൾ ഈ ആചാരത്തിൻ്റെ പേരിൽ ബലി അർപ്പിച്ചതിൻ്റെ പേരിൽ ജയിലിൽ കിടന്ന ആളാണ്. ഇവരാരെങ്കിലും ശബ്ദിച്ചോ? അപ്പോൾ ഈ പറയപ്പെടുന്ന മാംസം കഴിക്കുന്ന ഹൈന്ദവരിവിടെ ഉണ്ട്. അവരുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ഇവർ മുഖവിലേക്ക് എടുക്കുന്നില്ല. മറിച്ച് മാംസ വിരോധമുണ്ടാക്കുന്ന, മാംസഭക്ഷണ നിഷേധമുണ്ടാകുന്ന വിഷയത്തിൽ ഇൻട്രസ്റ്റ് എടുക്കുമ്പോൾ അവിടെ അവർ പറയാതെ പറയുന്ന കാര്യമുണ്ട്.
വെജിറ്റേറിയനിസം. അല്ല, ഒരു വിക്ടോറിയൻ മൊറാലിറ്റി എന്നൊക്കെ പറയുന്ന പോലെ ഇതൊരു വെജിറ്റേറിയൻ മൊറാലിറ്റി ആണോ? തീർച്ചയായിട്ടും അവിടെയാണ് പറഞ്ഞത്. ഇത് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളെപ്പോൾ എന്നെപ്പോഴാണ്, ഞാൻ ഒന്നിലും ഇപ്പോൾ അനുപമയുടെ കൂടെ ഇതിന് മുമ്പ് നമ്മളിത് സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും ഒരു ഭക്ഷണത്തിനോ ഒരു ഭാഷയ്ക്കോ ഒരു വസ്ത്രത്തിനോ ഒന്നിനും തന്നെ, അല്ലെങ്കിൽ രാജ്യത്തിനൊന്നും അല്ലെങ്കിൽ മതത്തിനൊന്നും നമ്മൾ വേർതിരിവ് കാണണ്ടെന്ന് പറയുന്ന ആളാണ്. അത് നമ്മളല്ല, ഈ രാഷ്ട്രത്തിൻ്റെ വിപ്ര ബഹൂതാവതന്തി, ഏകം സത് വിപ്ര ബഹൂതാവതന്തി. വിശേഷജ്ഞാനമുള്ളവർ പലതായി പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന വിശാലമായ വീക്ഷണത്തിൻ്റെ വക്താക്കളെ നമ്മളൊക്കെ. അങ്ങനെയാണ് നമ്മളൊക്കെ ഹൈന്ദവരാകുന്നത്, സനാതനിയാകുന്നത് അങ്ങനെയാണ്. അവിടെ എന്താ വെച്ചാൽ ഒരു ഭക്ഷണം ഉയർന്നു വരുമ്പോൾ അത് മുസ്ലിം ചെയ്തു എന്നുള്ളത് വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം അയാൾക്ക് അത് ചെയ്യാൻ പറ്റുമോ. അവിടെയും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു മുസ്ലിം അത് ചെയ്തതുകൊണ്ടല്ല പ്രശ്നം. പക്ഷെ ആ മുസ്ലിം ചെയ്യുമ്പോൾ അയാൾക്ക് സത്യത്തിൽ ഹലാലായ മാംസം കടയിൽ വിൽക്കാൻ പറ്റുള്ളൂ. അവർ എന്താ വെച്ചാൽ അവരുടെ ഏറ്റവും വലിയ ശിർക്ക്, ചെയ്യാൻ പാടില്ലാത്ത പാപമായിട്ട് അവരുടെ മതം പറഞ്ഞത് അന്യദേവത ഉപാസനയാണ്, അല്ലെങ്കിൽ യജനമാണ്, അല്ലെങ്കിൽ പ്രാർത്ഥനയാണ്. ഈശ്വരന് രൂപമുണ്ടാക്കാൻ പാടില്ല, ദൈവത്തിന് രൂപമുണ്ടാക്കാൻ പാടില്ല, അന്യ ദൈവങ്ങളെയോ ഗുരുക്കന്മാരെയോ ദൈവതുല്യം കാണാനും പാടില്ല. അവർക്കാണ് അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെയുള്ളപ്പോൾ ആ ചങ്ങാതി ചെയ്തതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. എന്നെ സംബന്ധിച്ചോണ്ട് അവൻ അതിനെ മറികടന്ന് ഇസ്ലാമിക മതത്തിൻ്റെ വേലിക്കെട്ടുകൾക്ക് അപ്പുറം പോയില്ലേ. അവൻ ചിന്തിക്കാത്തൊരു കാര്യമാവത്. അവൻ അങ്ങോട്ട് പോയില്ലേ. അവന് കൃഷ്ണനെ ആശ്രയിക്കേണ്ടി വന്നില്ല, അവൻ അള്ളാനെ ആശ്രയിക്കേണ്ടി വന്നില്ലല്ലോ. ഞാനത് വിവാദം ഉണ്ടാക്കാൻ വേണ്ടി പറയല്ല. അയാൾ അള്ളാനെ അല്ല ആശ്രയിച്ചത്, അയാൾ കൃഷ്ണനെയാണ് ആശ്രയിച്ചത്. കൃഷ്ണനെ എടുത്ത് വെച്ചാൽ അള്ളാന് രൂപമില്ലാത്തവൻ അപ്പോൾ ആശ്രയിക്കേണ്ട കൃഷ്ണനെയാണ്. കൃഷ്ണനെ ദൈവമായി അംഗീകരിച്ചു, അല്ലെങ്കിൽ കൃഷ്ണനെ വെക്കേണ്ട, അയാൾക്ക് കൃഷ്ണേട്ടനെ വെച്ചാൽ മതിയായിരുന്നു. അപ്പോൾ അവിടെ അത്തരത്തിലൊരു വിഷയം കാണാതെ അത് മുസ്ലിം വെച്ചു എന്ന് പറയുമ്പോൾ ഹൈന്ദവികതയുടെ ആ വ്യാപ്തിയിലേക്ക് ആളുകൾ കടന്നു വരുന്നതല്ല ചിന്തിച്ച്. ഇന്നലെ വരെ ഹൈന്ദവ ധർമ്മം മുന്നോട്ട് പോയതെന്ന് വെച്ചാൽ മറ്റുള്ളവർ ഇതിനെ ആശ്ലേഷിക്കുന്നു. അപ്പോൾ ക്രൈസ്തവർ കണ്ടിട്ടില്ലേ, കൊടിമരം വെക്കുന്നു, ദീപസ്തംഭം വെക്കുന്നു, ഉത്സവം നടന്നു കണ്ടിട്ടില്ലേ. ഇതുപോലെ തന്നെ പള്ളി പെരുന്നാളുകളെ വേറെ തന്നെ നേർച്ചകളൊക്കെ ഉണ്ട് ഇസ്ലാമികമായിട്ട്. ഇതൊക്കെ നടക്കുമ്പോൾ ഈ ഭാരതീയ സംസ്കാരത്തിൻ്റെ വ്യാപ്തിയല്ലേ, ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായിരിക്കുന്ന കൃഷ്ണനെ ചേർത്ത് പിടിക്കുമ്പോൾ അങ്ങനെയും കാണാം. അങ്ങനെ കാണുമ്പോഴാണ് വിശാലത. ഇവിടുത്തെ മുസ്ലിങ്ങൾ ഇന്ത്യൻ മുസ്ലിങ്ങളാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അറേബ്യയിലുള്ള ഗൾഫിൽ തന്നെ ഏതൊരു രാജാവ് പറയണ്ട ഇവിടുത്തെ മുസ്ലിങ്ങൾ എങ്ങനെ പോയാലും വേറെ തന്നെയാണെന്ന് പറഞ്ഞൊരു സംഭവത്തിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ മുസ്ലിങ്ങളൊക്കെ ഈ സംസ്കൃതിയെ ഉൾക്കൊള്ളുന്നതിൻ്റെ ഭാഗമാണ് കൃഷ്ണനൊക്കെ കയറി വരുന്നത്, വിഷുവിന് ആശംസ പറയുന്നത്. ഇത് കഴിഞ്ഞപ്പോൾ എന്തായല്ല ചണ്ടാള ബാബ വേറെന്തോ മുസ്ലിങ്ങൾക്കൊപ്പം നിൽക്കുകയാണ്, ജിഹാദികൾക്കൊപ്പം നിൽക്കുകയാണ്. അതിനൊന്നും ആവശ്യമില്ല. ചണ്ടാള ബാബ ഒന്നും തുറന്നു പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുന്നോട്ട് ചുറ്റ കാര്യമുള്ളൂ. ഹിന്ദുയിസത്തിൽ മാംസഭക്ഷണമുണ്ട്, മാംസ നിവേദ്യമുണ്ട് കൃഷ്ണന് വരെ. ഇനി ഇന്നലെ ദ്രാവിഡ ദൈവസങ്കല്പമാണ് ഈ മായോൻ മാൽ എന്ന ശബ്ദം ഉണ്ടായതാണ്. അത് മുല്ലൈ ദേശത്തെ ദേവതയാണ്, ഇടയനാണ്. അത് പിന്നീട് മാറി മാറി വന്നിട്ട് കൃഷ്ണനായി മാറുന്നുണ്ട്. അത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ ഈ കുമരിക്കണ്ഡം എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. കുമരിക്കണ്ഡത്തെക്കുറിച്ച് കേരളത്തിലേക്ക് തോന്നുന്നു ആദ്യകാലത്തൊക്കെ കൂടുതൽ പറഞ്ഞ് നമ്മൾ ഇപ്പോൾ വേറെ ആൾക്കാരൊക്കെ പറഞ്ഞു. കുമരിക്കണ്ഡം നമ്മൾ കന്യാകുമാരി ഉണ്ടല്ലോ, ഈ കന്യാകുമാരി എന്താ വെച്ചാൽ സത്യത്തിൽ ഒരു വലിയൊരു ഭൂപ്രദേശമാണ്. അപ്പോൾ കേരളത്തിൻ്റെ അറ്റം വന്ന് നിൽക്കുന്ന അവസാനിച്ചിട്ടല്ല. സാധാരണ നമ്മൾ കരുതുക ഉത്തരേന്ത്യ നോർത്ത് ഇന്ത്യയാണ് വലിയ പോർഷൻ എന്ന് കരുതുക. അങ്ങനെയല്ല. ദക്ഷിണേന്ത്യയിൽ നിന്ന് അവസാനം ഇപ്പോൾ കന്യാകുമാരി തൊട്ട് വീണ്ടും കിടക്കുന്ന ലുമേറിയയിലേക്ക് പരന്നു കിടക്കുന്ന വലിയൊരു ഭൂവിസ്തൃതിയുണ്ട്. അതാണ് കുമരിക്കണ്ഡം. ആ കുമരിക്കണ്ഡത്തെ അതാണ് ശരിക്കും ദക്ഷിണേന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത്. അത് ഈ ലുമേറിയോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ സത്യത്തിൽ ആദിമ ദൈവം അല്ലെങ്കിൽ ആദിമ മനുഷ്യനുണ്ടായത് മുസ്ലിങ്ങളുടെ തന്നെ വിശ്വാസമുണ്ട്. ആദം ഉണ്ടായത് ശ്രീലങ്കയിലാവട്ടെ, ശ്രീലങ്കയുടെ ഒരു പോർഷനേ കാണുന്നുള്ളൂ. അതൊക്കെ ഈ കുമരിക്കണ്ഡത്തിൻ്റെയാണ്. അപ്പോൾ ആ കുമരിക്കണ്ഡത്തിലും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന ആ സംസ്കൃതിയുടെ ഒരു ദേവത തന്നെയാണ് ഈ കൃഷ്ണൻ. അത് നമ്മളിപ്പോൾ പോയിട്ട് ഉത്തരേന്ത്യയിലേക്കും മറ്റുള്ളവർക്ക് കൊണ്ടുപോകുന്ന പോലെയല്ല. ഇവിടെ ഇതിൻ്റെ കൾച്ചറുണ്ട്, സംസ്കൃതിയുണ്ട്. ആ ദേവതകളൊക്കെ ഇത് കഴിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ പൂജാവിധാനങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പം ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ വൈഷ്ണവ ഭാഗവതം മാത്രം, അവിടെയാണ് ഒരു സ്പ്രെഡിങ് ഉണ്ട്. ഇവിടെ സ്പ്രെഡിങ് എന്ന് വെച്ചാൽ എല്ലാ കാലത്തും ഇവിടെ ഉണ്ടായിരിക്കുന്നത് വെച്ചാൽ അധികാരവും അതുപോലെ തന്നെ ധനവും ഉപയോഗിച്ചുകൊണ്ട് മറ്റു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മതം, ഒരു പ്രചരണം അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ഈ പന്ന സെമിറ്റിക് മതങ്ങൾ മാത്രമല്ല, ഹിന്ദുയിസം പോലും. അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് നമ്മൾ ഈ ഉത്തരേന്ത്യൻ കൾച്ചറിൽ നിന്ന് ഉണ്ടായി വന്ന ഉത്തരേന്ത്യൻ പ്രദേശങ്ങൾ മാത്രം നമ്മളെല്ലാവരും ഇപ്പോൾ രാമൻ വന്നല്ലോ, ശബരിയെ കണ്ടല്ലോ ഒക്കെ പറഞ്ഞാൽ ഏത് രാമായണത്തിലാണെന്നൊക്കെ ചെയ്യണം നിങ്ങൾ. അപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഉത്തരേന്ത്യയിലെ അവർ വിശുദ്ധമായി വരുന്ന പ്രദേശങ്ങളെ വെച്ചിട്ടാണ് പുരാണങ്ങളൊക്കെ ഉള്ളത്. ഇവിടുത്തെ കാര്യമായിട്ടൊന്നും കാണുന്നില്ല, ഇവിടുത്തെ പഞ്ചായത്തും തൃപ്പൂണിത്തറന്നും എവിടെയും കാണില്ല. അപ്പോൾ അതാ വെച്ചാൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിനെ മാറ്റിമറിച്ച അധികാരം കൊണ്ടും ജനം കൊണ്ട് ഇന്നത് തുടരുകയാണ്. അപ്പോൾ വൈഷ്ണവ ഭാഗവതം കേട്ട ആളുകൾക്ക് തോന്നും, അയ്യോ കൃഷ്ണ മാംസം കഴിക്കില്ലല്ലോ. ദേവത, തന്ത്രത്തിലെ ദേവത എന്ന് പറഞ്ഞാൽ എല്ലാവരും മാംസം കഴിക്കാനുള്ളതാണ്. അവരുടെ ഭാവത്തിനാണ്, ആ ഭാവത്തിനാണ് നിവേദ്യം. ഭാവത്തിൽ രൗദ്രഭാവത്തിലാണ് ഈ രൗദ്രമായിട്ടുള്ള നിവേദ്യം തന്നെയാണ്. കാരണം ആ സാധകനയിലേക്ക് ഉയർത്തുന്നത് വലിയൊരു പ്രക്രിയയാണ്. ഇത് മനസ്സിലാക്കാണ്ട് ഇപ്പം എന്താ വെച്ചാൽ ഈ വൈഷ്ണവീർച്ചി എല്ലാതും കിരാതമൂർത്തിയെ ശിവനും കടക്കട്ടെ പഞ്ചാമൃതവും പാൽപ്പായസവും, കാളി ഘോരരൂപിണിയായി ധാരികോധം ചെയ്ത കാളിയാണെങ്കിൽ അവിടെ കിടക്കട്ടെ പാലും പഞ്ചാമൃതവും, മഹാവിഷ്ണുവിൻ്റെ സുദർശനമാണെങ്കിൽ അവിടെയും കിടക്കട്ടെ പാലും പഞ്ചാമൃതവും. ഇതൊക്കെ തന്ത്രശാസ്ത്ര വിരുദ്ധമാണ്. നമ്മളൊരു താന്ത്രികനാണ്,
അപ്പോൾ താന്ത്രികനാകുമ്പോൾ തന്ത്രത്തിൽ നിന്നുകൊണ്ടേ സംസാരിക്കുള്ളൂ. താന്ത്രികമായ കാര്യം വിശ്വ ഹിന്ദു പരിഷത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരെ എനിക്കറിയാം. ഹിന്ദു സംഘടന മുഖ്യധാരയിൽ നിൽക്കുന്ന നേതാക്കന്മാരെ എനിക്കറിയാം. ഇവരൊന്നും സാമ്പ്രദായികമായിട്ട് ശാസ്ത്രം പഠിച്ചവരല്ല. മുസ്ലിങ്ങളുടെയും ക്രൈസ്തവരുടെയും നേതാക്കന്മാരൊക്കെ മതം പഠിച്ചവരാണ്. ഹിന്ദു ധർമ്മത്തിൽ അങ്ങനെയല്ല. പഠിച്ച ആളുകൾ കുറേ ഉണ്ട്, അവരായിട്ട് ഇവരെ അംഗീകരിക്കില്ല. ആ സംഘടനയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒത്തിരി നല്ല പഠിച്ച ആളുകൾ എനിക്കറിയാം. അവരൊന്നും നേതൃത്വത്തിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ അവരെത്തിക്കുന്നില്ല. അത്തരം ആളുകൾ ചെയ്യുകയാണെങ്കിൽ സംഭവിക്കില്ല. അപ്പോൾ അതുകൊണ്ട് പ്രാതിനിധ്യം എൻ്റെ വിഷയം ഈ പറഞ്ഞു വന്ന അവിടെയാണ്. ഈ ചിക്കനും മറ്റുള്ളതൊക്കെ വിഷയം ഹിന്ദു സമൂഹം അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഒറ്റക്കെട്ടായിട്ട് ഒന്നിച്ചു പോകുന്ന ഒരു ചുറ്റുപാടിൽ നമ്മൾ പുറകോട്ട് വലിക്കാൻ പറ്റും. പുറകോട്ട് വലിക്കുന്നതല്ല, പ്രാതിനിധ്യം ആവശ്യപ്പെടുകയാണ്. ഭരണഘടനയിൽ അംബേദ്കർക്ക് ഒരു പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ദളിതുകൾക്ക് വേണ്ടി മാത്രമല്ല, സ്ത്രീകൾക്ക് വേണ്ടി, പിന്നോക്കാർക്ക് വേണ്ടി, മുഴുവൻ ജനതയ്ക്ക് വേണ്ടി. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർണ സ്ത്രീകൾ മാത്രമല്ല, സവർണ സ്ത്രീകളുണ്ട്, ചിന്തിക്കണം. ഇന്ന് പല കാര്യങ്ങളും അതുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രാതിനിധ്യമാണ്, ഔദാര്യം അവകാശവുമല്ല, പ്രാതിനിധ്യം. ഈ പ്രാതിനിധ്യം എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദുയിസത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മത്സ്യമാംസ ഭക്ഷണം കഴിക്കുന്നവരാണ്, അത്തരം ദേവതകളുമായി ബന്ധപ്പെട്ടവരാണ്. അവർ പാപചിന്ത വരുന്നത് തെറ്റിദ്ധാരണ കൊണ്ടാണ്. അപ്പോൾ ആ ഭക്ഷണത്തെ ഇസ്ലാമിക ക്രൈസ്തവമായ പോലെ ഒരു പുണ്യ ഭക്ഷണമായി മാറ്റുക. അവിടെയാണ് മാംസഭക്ഷണം എങ്ങനെയാ വെച്ചാൽ പൂജയ്ക്ക് സമർപ്പിച്ചാൽ അതിൻ്റെ ശിഷ്ടം കഴിക്കണം. ഹവിശേഷം ചിതജ്ഞോഹുത എന്നാണ് ഹവിശേഷം. ആ ദേവതയ്ക്ക് സമർപ്പിച്ച ഹവിസിൻ്റെ, ഹവിസേറിന ചോറ് എന്നല്ല, ദൈവേദ്യത്തിൻ്റെ ശേഷം ചിതജ്ഞോഹുത എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ എന്താ പറയുക ജഠരാഗ്നിയിലേക്ക് ആഹൂതി ചെയ്യുന്ന സങ്കല്പത്തിൽ കഴിക്കാൻ വേണ്ടി മാത്രമേ വിധിയുള്ളൂ. അല്ലാണ്ട് ഒരു തരത്തിലും ഒരു മൃഗത്തെയും കൊല്ലാൻ പറ്റില്ല. അനിമിത്രം തൃണം വാപി ചേതയന കഥാചനാണ്. കാരണം കൂടാതെ ഒരു പുൽക്കൊടി പോലും മുറിക്കാൻ പറ്റില്ല എന്നാണ്. ദേവതാർത്ഥം ദ്വിജാർത്ഥം വാ ഹത്തൊരു പാഭിർനിലിപ്യതയെ. ദേവകാര്യത്തിന് വേണ്ടിയിട്ടോ, ദ്വിജകാര്യാർത്ഥമല്ല, പണ്ട് ശരിക്കും പിതൃകാര്യാർത്ഥം ആവും, പിന്നീട് അത് മറ്റു രീതിയിൽ വന്നാൽ. എന്നാൽ ശരി, ദ്വിജകാര്യാർത്ഥമാവട്ടെ പിതൃകാര്യാർത്ഥമാവട്ടെ, അവിടെ ചെയ്യുന്ന ഈ പറയുന്ന കൊല, മൃഗബലി, പക്ഷിബലി പാപമായിട്ട് പറയുന്നില്ല. അല്ല, ഈ ബുദ്ധിസത്തിന്റെ വരവോടുകൂടി ആയിരിക്കോ ഇതെല്ലാം ഒരു അവിയല് പരിപാടിയത്? എവിടെയാണ് എല്ലാവരും ബുദ്ധിസമാണത്? ബുദ്ധിസമല്ല. ഇതിനാണ് ഏർക്കര രാമൻ നമ്പൂതിരിപ്പാട് യജ്ഞങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. കാണിപ്പവരൊക്കെ ഇറക്കേണ്ട മലയാളത്തിൽ എല്ലാവരും വാങ്ങി വായിക്കുക. യാഗത്തിൽ മൃഗപക്ഷി ബലി ഉള്ളതാണ്. ആടിനെയൊക്കെ 11 ആടോളം വേണം ഒരു യാഗത്തിന്. അത് നടത്തിയിട്ടുണ്ടെന്ന് ഏർക്കര രാമൻ നമ്പൂതിരി പറയുന്നത് കേരളത്തിൽ 70 കാലഘട്ടം വരെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ സരസ്വതിക്ക് പെണ്ണാട ഇവിടെ ചിന്തിക്കണം ബലി കൊടുക്കുന്നത്. അപ്പോൾ അവിടെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ജൈനമതത്തിന്റെ പ്രശ്നമാണ്, ബുദ്ധമതത്തിന്റെ പ്രശ്നമല്ല. ബുദ്ധമതത്തിൽ വജ്രയാന ബുദ്ധിസ്റ്റുകളുണ്ട്, ദലൈലാമയൊക്കെ. വജ്രയാന ബുദ്ധിസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാമാചാരം എന്ന് പറയുന്ന അതേ സിദ്ധാന്തമാണ് വജ്രം, മൂർച്ചയുള്ള എന്നുള്ളതാണ്. വാമം എന്ന് പറഞ്ഞാൽ മൂർച്ചയുള്ള തന്നെയാണ്. അപ്പോൾ അവിടെ ചില ദ്രവ്യങ്ങൾ അങ്ങനെ മാംസം കഴിക്കുന്ന ബുദ്ധിസ്റ്റുകളുണ്ട്. അപ്പം പിന്നെ ബുദ്ധൻ മരണപ്പെട്ടതുമായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, അദ്ദേഹം സമാധിയാവുകയെ ഒക്കെ നിർവ്വാണം പ്രാപിക്കുകയൊക്കെ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കഥ എന്ന് പറയുന്നത് ഈ പറഞ്ഞ മാംസം കഴിച്ചതാണ്. ബുദ്ധിന്റെ മാംസം കഴിച്ചതാണ്. അപ്പോൾ മാംസത്തിന്റെ വിഷയം ബുദ്ധമതത്തിലല്ല, അത് ജൈനമതത്തിൻ്റെ. ആ ജൈനമതത്തിൻ്റെതായിരിക്കുന്ന ഈ മൂടിക്കെട്ടൽ പോലും അവരുടെയാണ്. ആ സിദ്ധാന്തത്തിൻ്റെ കടന്നുവരവാണ്, അതൊരു വിഷയം തന്നെയാണ്. അത് വേണ്ടെന്നല്ല. പിന്നെ വൈഷ്ണവത്തിൽ ചെല്ലുന്ന വൈഷ്ണവത്തിലില്ലാതൊന്നും അങ്ങനെയല്ല. വൈഷ്ണവ ഇപ്പോൾ തമിഴ്നാട്ടിൽ തന്നെയുള്ള വൈഷ്ണവ ക്ഷേത്രം നരസിംഹ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ നരസിംഹത്തിന് ഈ ആടിനെയൊക്കെ കൊണ്ടുപോയിട്ട് വഴിപാട് ബലി അർപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിൽ മൊത്തത്തിലുണ്ട് ഇന്ന്. അല്ല, അപ്പൊ ഇതൊക്കെ ഇവിടെയുള്ള ആചാര്യന്മാർക്കും ഹിന്ദു സംഘടനകൾക്കും ഒക്കെ അറിയുന്ന കാര്യം തന്നെയാണ് ബാബു ഇപ്പൊ പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ? അവിടെയാണ് ഇത് എന്ത് സന്യാസി തൃശ്ശൂരിൽ നടന്ന സന്യാസ സംഗമത്തിൽ എന്നെ ഇവരെ എല്ലാവരും സന്യാസിയായിട്ട് അംഗീകരിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഞാൻ പല സന്യാസി മഠങ്ങളിലേക്കും പോയി. ഈ ഇരുന്ന് പറഞ്ഞ സന്യാസിമാർ ഇതാ ഈ ദർശനങ്ങളൊക്കെ നമ്മുടെ ഹിന്ദുവാണ് ഇവർ അടുത്തേക്ക് പോയവർ പറയാ അതൊക്കെ ഒന്ന് മാറ്റി പച്ചക്കറിയാക്കി കൂടെയാണ്. അത് ആത്യന്തികമായിട്ട് ഈ വീട്ടിൽ വന്നിട്ട് രോഗശുശ്രൂഷ നടത്തിയിട്ട് ക്രിസ്ത്യാനിയാക്കുന്ന, അല്ലെങ്കിൽ പ്രേമിച്ചുകൊണ്ട് മതം മാറ്റുന്ന മറ്റു മാസത്തിൽ എന്ത് ചെയ്യുന്നു അതന്നെ ഇവരുടെ ഉള്ളിൽ എങ്ങനെയും ഇതിനെ കുറിച്ച് പച്ചക്കറിയാക്കണം. പ്രകൃതി വിരുദ്ധമായ കാര്യമല്ലേ. എല്ലാവരും വേണ്ടവർ പച്ചക്കറി കഴിച്ചാൽ മതി, നമ്മളല്ലാണ്ട് മാംസം തന്നെ കഴിക്കണം എന്നല്ല പറയുന്നത്. പക്ഷെ മറിച്ച് ഇവരൊക്കെ ആത്യന്തികമായിട്ട് ഈ വെജിറ്റേറിയനിസത്തെ വല്ലാണ്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് സാധ്യമല്ല എന്ന ചിന്തയില്ല. ഭക്ഷണ ഊർജ്ജമാണ്. ലോകത്തെമ്പാടും വെജിറ്റേറിയൻ എന്നൊരു സങ്കല്പം നടക്കില്ല. മാംസം മാത്രം കഴിക്കേണ്ട ഇടങ്ങളുണ്ട്, വെജിറ്റേറിയൻ മാത്രം കഴിക്കേണ്ട ഇടങ്ങളുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ, പ്രത്യേകിച്ച് ഇവിടെ എല്ലാം ഒരു ഉൾക്കൊണ്ട പോലെയാണ്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവരുടെ സിദ്ധാന്തത്തിലേക്ക് ആളെ കൊണ്ടുപോവുകയാണ്. അതാണ് നമ്മൾ ഉണ്ടെങ്കിലും എടുത്തു പറയുക. ഈ പറയുന്ന ഹൈന്ദവ പ്രസ്ഥാനങ്ങളൊക്കെ മൂലം ഇപ്പം സ്വതവേ എല്ലാവരും ചോദിക്കുന്നത് ചണ്ടാള RSS എടുത്ത് പറയാത്ത എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, നിങ്ങളിങ്ങനെ RSS പറയാതെ ഹിന്ദുത്വ സവർണ ഹിന്ദുത്വം ഒക്കെ പറയുന്നത് RSS പറയാം. RSS എന്ന് പറയാത്തതെന്ന് വെച്ചാൽ ഞാൻ കുട്ടിക്കാലത്ത് പോയിട്ടുള്ള, ഞാൻ ശിക്ഷകമായിട്ടുള്ള, ഞാൻ ഭൗതികമായിട്ടുള്ള എനിക്കറിയാവുന്ന സംഘടനയാണ് RSS. RSSൻ്റെതായ ആശയം മതത്തിൻ്റെ അല്ല. RSS മുന്നോട്ട് വയ്ക്കുന്നത് രാഷ്ട്രത്തിനെയാണ്. രാഷ്ട്രത്തിലുള്ള എല്ലാം നിലനിൽക്കണമെന്നാണ് RSSൻ്റെ. അതിപ്പോൾ മോഹൻ ഭഗവത് പോയിട്ട് കോരൻകുട്ടി സർസംഘചാലക വന്നാലും അത് രാഷ്ട്രത്തെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഞാൻ RSSകാരനായിട്ടല്ല പറയുന്നത് ഇപ്പോൾ, പക്ഷെ മറിച്ച് അറിയുന്നത് എനിക്ക് നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെയാണ് RSS എന്ന പ്രസ്ഥാനം. അത് പറയുന്ന നേരത്തെ RSSന് മാംസമായാലും കുഴപ്പമില്ല, മത്സ്യമായാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല. പക്ഷെ മറിച്ച് അതിൻ്റെ പോഷക സംഘടനകളായിട്ട് പരിവാർ സംഘടനകളുണ്ട്. അതിലാണ് ഈ വിഷയങ്ങൾ വരുന്നത്. ഈ വരുന്ന മുഴുവൻ സംഘടനകളും വെജിറ്റേറിയനിസത്തെ മുന്നോട്ട് വയ്ക്കുന്നത്.
ഇവർ പഠിപ്പിക്കുന്ന സിദ്ധാന്തം അങ്ങനെ തന്നെ. ഇപ്പം വിശ്വ പരിഷത്താണ് കൂടുതൽ പഠിപ്പിക്കുന്നത്. ഇവിടെ സിദ്ധാന്തത്തിൽ ഈ പറഞ്ഞ ജാതി ബ്രാഹ്മണ്യത്തിൻ്റെ സിദ്ധാന്തം പഠിപ്പിക്കുന്നത്. എന്നാൽ ഇതേ പരിവാറിൻ്റെ ഒരു പോഷക സംഘടനയാണ് ഈ എന്താ പറയുക നമ്മുടെ വനവാസി കല്യാൺ. ഈ വിശ്വ പരിഷത്തിന് എല്ലാവരെയും പിടിച്ച് പൂണിലിട്ട് ബ്രാഹ്മണനാക്കാമെങ്കിൽ വനവാസി കല്യാണോട് എല്ലാവരെയും പിടിച്ചിട്ട് ആദിവാസി കൾച്ചറിൽ കൊണ്ടേക്കൂടെ? ഞാൻ ചോദിച്ചിട്ടുള്ളതാണ്. അതവർ ചെയ്യുന്നില്ല. ഈ വിരോധാഭാസത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ചണ്ടാളവോ ജിഹാദിയുടെ ആളാണ്. റെപ്രസെൻറ്റേഷൻ ആവശ്യപ്പെടുന്നത് സാമുദായികമല്ല. ചണ്ടാള ബാബ ആവശ്യപ്പെടുന്നത് സാമുദായിക റെപ്രസെൻറ്റേഷൻ അല്ല, സാമ്പ്രദായിക റെപ്രസെൻറ്റേഷനാണ്. കേരളത്തിലുള്ള എന്നെ അറിയാവുന്ന എല്ലാ ആചാര്യന്മാർക്കും പറയാം, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജാതിയല്ല. എന്നെ ജാതിയാക്കുന്ന എന്നെ ജാതിക്കണ്ണിലൂടെ കണ്ടിട്ടാണ്. ഞാൻ സമ്പ്രദായത്തിന് വേണ്ട ശാക്ത മലബാര കൗള സമ്പ്രദായങ്ങൾക്ക് ഹിന്ദു സംഘടന നേതൃത്വം കൊടുക്കുന്ന മാർഗദർശന മണ്ഡലം പോലുള്ള സംവിധാനങ്ങളുണ്ടെങ്കിൽ എനിക്കല്ല, എനിക്ക് വേണമെന്നല്ല, അതിൻ്റെ ആചാര്യന്മാർക്ക് റെപ്രസെൻറ്റേഷൻ വേണം. ഒന്നിച്ച് തീരുമാനിക്കണം. നിങ്ങൾ എൻ്റെ അച്ഛനായിട്ട് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല, എൻ്റെ മക്കളോട് പറഞ്ഞാൽ അവരോട് അംഗീകരിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ആ മാംസവിഷയത്തിലും ഉണ്ടായത്. കോഴിബലി നടത്തില്ലെങ്കിൽ ചിക്കൻ മന്തി കാണുന്ന നേരത്തെ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളോടുകൂടി ചോദിക്കണം. ഹിന്ദു അങ്ങ് പറഞ്ഞത് ഹിന്ദുവിൻ്റെ ഒന്നായിട്ടല്ലേ, ഒന്നായിട്ടാണെങ്കിൽ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞു വെച്ചാൽ മാംസത്തിൻ്റെ ഭക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്ന പൂജകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന അത്തരം ദേവതകൾക്ക് വേണ്ടി നിൽക്കുന്ന അതിനുവേണ്ടി ഒരുപാട് സഹനങ്ങൾ സഹിച്ചൊരു വ്യക്തിയാണ് കേരളത്തിൽ. നമ്മൾ ആരില്ല എന്ന് പറഞ്ഞാലും അറിയുന്നവർക്കറിയാം, അത് നിഷേധിക്കാനാവില്ല ആർക്കും. അങ്ങനെയുള്ള സമയത്ത് നമ്മളോട് ചോദിക്കണം, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ചണ്ടാള ബാബ എന്താണ് അഭിപ്രായം, അത് ചോദിക്കണം. അതിന് കൃത്യമായിട്ട് ചണ്ടാളബാബയ്ക്ക് അഭിപ്രായം ചോദിക്കേണ്ടത് വെച്ചാൽ അവിടെയാണ് റെപ്രസെൻറ്റേഷൻ. സാമുദായികമാണ്, സാമ്പ്രദായികമാണ് ചണ്ടാളബാബയ്ക്ക്. വേറെ ആളുണ്ടെങ്കിൽ എടുത്ത് വെക്കട്ടെ, വേറെ ആളുണ്ടെങ്കിൽ ഒരു ചോദിക്കണം. ഇന്ന ആൾ ചോദിച്ചിട്ട് ഇവരെ സംഘടന പറയില്ല. പിന്നെ എന്നോട് ചോദിച്ചേ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് എൻ്റെതായ നിലപാടുകൾ പറയാലോ. ഞാനപ്പോൾ സ്വാഭാവികമായിട്ട് അന്നത്തെ ദിവസം കൊടുത്തു. ഞാനിപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് പേരെ ഇന്റർവ്യൂ ചെയ്യുന്ന പല പല ആശയങ്ങളും എൻ്റെ തലയ്ക്കകത്തുണ്ട്. പക്ഷെ ഞാൻ അതിന്ന് മനസ്സിലാക്കുന്ന ഭയങ്കര ഒരു ഭംഗിയാണിത്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഒരേ റിലീജിയനിൽ ഇരുന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എന്തൊരു സ്വാതന്ത്ര്യമാണ്, എന്തൊരു ഭംഗിയാണ്. ഈ ഒരു ധർമ്മത്തിൻ്റെ മതം ഈ ധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത വൈവിധ്യങ്ങളാണ്. ഈ ഒരു മാല നിങ്ങൾ കാണുന്നത് ബ്ലാക്കിൻ്റെ ഉള്ള, പക്ഷെ അത് കാണണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാവണം ഇല്ലേ? അപ്പം ഇതിനേക്കാൾ മറ്റു നിറങ്ങൾ കൂടി ഉണ്ടെങ്കിൽ അത് കാണാൻ വലിയ ഭംഗിയായിരിക്കും. അത്രയും മഴവില്ല് പോലെ വർണ്ണാഭമായിരിക്കുന്ന വലിയൊരു ധർമ്മവ്യവസ്ഥ. ഈ വ്യവസ്ഥയെ ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് സഹിഷ്ണുത ഉണ്ടാകുന്നത്. ഈ ധർമ്മവ്യവസ്ഥ ഏകശിലാത്മകമാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ സഹിഷ്ണുതയിൽ അസഹിഷ്ണുത ഉണ്ടാവും. ആ അസഹിഷ്ണുത ഉണ്ടാക്കാനുള്ള ശ്രമം ഹിന്ദുയിസത്തിൽ നടക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാലങ്ങളായിട്ട് ഹിന്ദു എന്ന് പറയുകയും എന്നാൽ വൺ സൈഡാണ്. ഒരു കാര്യം ഹിന്ദു ആണെങ്കിൽ എല്ലാം ചേർക്കണം. അവിടെ വേദാന്തം ഉണ്ടായിരിക്കാം, ഗൗള ഉണ്ടായിരിക്കാം, വൈഷ്ണവ ശൈവ ഉണ്ടായിരിക്കാം, പിന്നെ യോഗാചാരം ഉണ്ടായിരിക്കാം, പല സമ്പ്രദായങ്ങളുണ്ട്. അതിനെല്ലാം എടുക്കണം. ഇത് അങ്ങനെയല്ല. ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ഈ വെജിറ്റേറിയൻ പറഞ്ഞ കുറച്ച് സായിമാരിരുന്ന് പറയും, അതിനെ ഏറ്റുപിടിക്കുന്ന കുറേ ഇതൊക്കെ കഴിക്കുന്ന ആളുകൾ തന്നെയാണ് വന്നിട്ട് സമരവും ചെയ്യും. എന്നിട്ട് ഈ അറിയാത്ത ഹിന്ദുക്കളെ ശബരിമല സ്ത്രീ പ്രവേശനം പോലുള്ള വിഷയങ്ങൾ ഭക്തർക്ക് സ്ത്രീ കയറുന്നത് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, പക്ഷെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണ്ടേ. അല്ലാണ്ട് കാലാകാലം സ്ത്രീ മോശക്കാരിയാണ് അല്ലെങ്കിൽ കേസ് കൊടുത്ത് മുസ്ലിമാണോ RSSകാരനാണോ കമ്മ്യൂണിസ്റ്റ് ഇത് നോക്കിയിരിക്കണം വേണ്ടത്. സ്ത്രീ എന്താണ്, സ്ത്രീ കയറുന്നതിന് പ്രശ്നമുണ്ടോ, ഇതിനെ അതായത് മനുഷ്യർ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈശ്വര കൽപ്പനയാണെന്ന് കരുതിക്കൊണ്ട് ആചാര്യ കൽപ്പനയാണെന്ന് കരുതിക്കൊണ്ട് അങ്ങനെ പോകുന്നു എങ്കിൽ അതിൻ്റെ പുറകെ അല്ല നമ്മൾ പോകേണ്ടത്. അതല്ല ആചാര്യന്മാരുടെ ധർമ്മം. ആചാര്യൻ്റെ ധർമ്മം ഭഗവാൻ കുരുക്ഷേത്ര യുദ്ധസമയത്ത് കാണിച്ചു തന്നിട്ടുണ്ടേ. നിങ്ങൾ എൻ്റെ അക്ഷോണിപ്പട, അതിന് അക്ഷോണിപ്പടകളിൽ നിങ്ങൾ എടുത്തോ, എൻ്റെ ആയുധങ്ങൾ മുഴുവൻ എടുത്തു. ഞാൻ ആയുധം എടുക്കുന്നില്ല, ഈ തളിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ തേര് തെളിക്കാൻ വേണ്ടി മാത്രം എൻ്റെ ചെമ്മട്ടി ഞാൻ കൈപ്പിടിക്കുന്നു, ഞാൻ ആയുധം എടുക്കുന്നില്ല. പക്ഷെ ഞാൻ ധർമ്മത്തിൻ്റെ പക്ഷത്താണ്. ഭഗവാൻ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അത് ധർമ്മപക്ഷം നിൽക്കേണ്ട ആചാര്യൻ ഭഗവാനെ പറയുന്ന ചെയ്ത പരമാചാര്യനായിട്ടാണ് പറയുക. ഭഗവാൻ അപ്പുറം ഒരു ഗുരുവില്ല എന്നാണ് പറയുക. ലോക ഗുരു തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ആ കൃഷ്ണൻ കാണിച്ചു തന്നിട്ടുണ്ട് അത്രയും ആളുകളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല, ധർമ്മത്തിന് മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. ധർമ്മത്തെ സ്ഥാപിക്കാൻ പലയിടത്തും അധർമ്മം പറഞ്ഞിട്ടുണ്ടായിരിക്കാം, പക്ഷെ അപ്പോഴും തന്നെ ധർമ്മപക്ഷത്താണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആളുകൾ തിരിച്ച് ഭക്തർ അല്ലെങ്കിൽ ആളുകൾ ശരി തെറ്റിദ്ധാരണ ഒപ്പം പോവാം. ഭഗവാൻ കൃഷ്ണൻ മാംസം കഴിക്കില്ല, സ്ത്രീകൾ ശബരിമല കയറില്ല, ആർത്തവം അശുദ്ധിയാണെന്നാൽ ശരി അതിൻ്റെ ഒപ്പം പോവാം. അത് അതിൻ്റെ ഒപ്പം പോകുന്ന സമയത്ത് തിരുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഗുരുക്കന്മാർക്ക് ആചാര്യന്മാർക്കുണ്ട്. അല്ലാണ്ട് അത് നിങ്ങൾ ചിന്തിച്ചൊക്കെ ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുധർമ്മം ഇവിടെ നവീകരിക്കപ്പെടും. ഹിന്ദുധർമ്മം എങ്ങോട്ടാണ് പോകുക? അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് അനുപമയ്ക്കും എനിക്കും ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ? ഇങ്ങോട്ട് വരാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് മാറ്റത്തെ ഉൾക്കൊള്ളണമെങ്കിൽ പരിപൂർണത ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം. പ്രത്യേകിച്ച് ഈ സിറ്റുവേഷൻ. അല്ലാണ്ട് രാത്രിയിൽ ശവം മണക്കുന്ന നാടായി മാറിയിരിക്കുന്നു കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംസം കഴിക്കണം, മറ്റു മതത്തിൽ ഒരു ചിക്കൻ കഴിക്കാൻ വേണ്ടി ഹിന്ദുക്കളൊക്കെ മുസ്ലിമും ക്രിസ്ത്യാനിയാവോ വേണ്ടത്, അതോ ഇവിടെ തന്നെയുള്ള സായുധം എടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്? ഇത് കൺവേർഷൻ എതിർക്കുകയാണ് ഇവരെ. പക്ഷെ ഇതിന് ഇനി എന്താ ഉണ്ടാവുക വെച്ചാൽ പന്നിയിറച്ചി കഴിക്കാൻ വേണ്ടി ക്രിസ്ത്യാനിയാവും, ചിക്കൻ കഴിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പോത്തിറച്ചി കഴിക്കാൻ വേണ്ടി മുസ്ലിം ആവും, അതിനിടയ്ക്ക് ഒരു പെഗും കൂടി അടിക്കണമെങ്കിൽ ക്രിസ്ത്യാനി മതി എന്ന് പറയും ചിലപ്പോൾ. ഇങ്ങനെയാണോ വേണ്ടത്? അതല്ല. ഇത് ധാർമ്മികമായിട്ട് ഉപയോഗിക്കാൻ ഇവിടെ വിധിയുണ്ട്.
ഇപ്പം മദ്യം കഴിക്കാറുണ്ട് അതിന് വിധിയുണ്ടോ? മദ്യം കഴിക്കാനും വിധി. അസംസ്കൃത സുരാപാന രോഗദുഃഖ കാരണം അല്ലെങ്കിൽ ദുരിത കാരണം. ദേവപൂജയ്ക്ക് ഉപയോഗിച്ച ഒരു ഉഴുന്നുമണിയോളം സേവിക്കാം, അതിൻ്റെ അപ്പുറം കഴിച്ചു കഴിഞ്ഞാൽ അല്ലാണ്ട് കഴിച്ചു കഴിഞ്ഞാലും കുടുംബം മുടിയെന്നുള്ളത് ഈ ധർമ്മം പറയുന്നുണ്ട്. ഇതും ഇവിടെ ഉള്ളതാണേ. അതായത് മനുഷ്യർക്ക് സന്തോഷം ലഭിക്കുന്ന എന്തും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ മതത്തിൽ നമുക്ക് ഉണ്ടാവണം. കാരണം ഈ എബ്രഹാമിക് മതങ്ങൾ പോലെ മനുഷ്യൻ സന്തോഷിക്കുന്നത് ഇഷ്ടമല്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് വിട്ട് അതാ പറഞ്ഞ പാടില്ല. ഈ ധർമ്മം പറഞ്ഞു വെച്ചാൽ ഈശ്വരന്റെ സ്വരൂപം പറഞ്ഞിരിക്കുന്നത് അവന്റെ അർശ സിംഹാസനം അവിടെ ഏഴാകാശത്തിന്റെ അപ്പുറത്തുനിന്നല്ല പറഞ്ഞത്. ആ സ്വരൂപം വളരെ വ്യക്തമാണ്. ഈശ്വരന് രൂപമില്ല എന്നല്ല പറഞ്ഞത്. രൂപം എന്തെന്ന് പരമമായ സത്യത്തിന്റെ രൂപമാണത്. ആനന്ദം ബ്രഹ്മണോ വപു എന്നാണ്. ആനന്ദമാണ് കുട്ടി. അതുകൊണ്ട് എവിടെ ആനന്ദമുണ്ടോ അവിടേക്ക് തേനിരിക്കുന്ന പൂവിലേക്ക് വണ്ട് പൂമ്പാറ്റ പാറുന്നത് പോലെ ഒരു ജീവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് മനുഷ്യൻ എന്ന് വെച്ചാൽ 84 ലക്ഷം യോനിയിലൂടെ ജനിച്ചിട്ടാണ് ഇത്രേ ആചാര്യന്മാർ പറഞ്ഞാൽ നമ്മളെ എണ്ണീട്ടില്ല. എനിക്കേറെ സാധനങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്, മൃഗങ്ങളും പക്ഷികളൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ജനിച്ചിട്ടാണ് മനുഷ്യന് നരജന്മം കിട്ടുന്നത്. ആ നരജന്മം കിട്ടിയിട്ട് അതിന് പ്രവർത്തിക്കണം എന്താ? അതിലേക്ക് ലയിക്കാൻ വേണ്ടിയിട്ടാണ്, അതിനെ അറിയാൻ വേണ്ടിയിട്ടാണ്, ചത്തുപോയിട്ടല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആനന്ദത്തെ അനുഭവിക്കാൻ കിട്ടിയ ശരീരം കൊണ്ട് ആനന്ദമുള്ളതിനെയൊക്കെ സമീപിക്കണം. അത് അറിവാണ്. നിങ്ങൾ പറഞ്ഞ മത്സ്യവും മാംസവും ചേമ്പും ചേനയും അല്ലെങ്കിൽ കവിതയും പാട്ടും സിനിമയും എല്ലാം അറിവാണ്. അറിവിനെ അറിഞ്ഞാലേ അനുഭവം ഉണ്ടാവുള്ളൂ. അതാണ് വിവേകജം എന്ന അറിവ്. ബ്രഹ്മജം പഠിച്ചിട്ടുള്ള വായിച്ചറിവാണ്. ബ്രഹ്മം അനന്തമാണ്. ആനന്ദം അനുഭവിക്കാനുള്ളതാണ്. അപ്പോൾ ആ ആനന്ദത്തെ അനുഭവിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഈ ധർമ്മത്തിലുണ്ട്. അത് അവൻ്റെ ടേസ്റ്റ് അനുസരിച്ചാവാം. അവനെ കുത്തി തിരിയിട്ട് നീ തന്നെ ചെയ്താൽ മതി, ഇങ്ങനെ തന്നെ പോകണം, രാവിലെ എത്ര മണിക്ക് വിദ്യാലയത്തിൽ എത്തണം, മതപഠനം നടത്തണം, അല്ലെങ്കിൽ ഇങ്ങനെ പോകണം, ഇന്ന് നിഷ്കർഷയില്ല. പക്ഷെ വേണ്ടവന് പോയി പഠിക്കണതിന് വേണ്ടി അറിയണം. അറിവ് നേടി എന്താണ്? മനോഭവ. നീ മനുഷ്യനാകൂ. ജനിച്ചത് ഇരുകാലായിട്ടുള്ള മൃഗമായിട്ട് തന്നെയാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇനി നമ്മളുടെ ഒരു പാസ്റ്റ് ഉണ്ടല്ലോ, ഒരു വിശാല ഹിന്ദു ആയതുകൊണ്ടായിരിക്കുമോ ഈ ഓരോരുത്തർ വന്ന് ഇവിടെ ആക്രമിച്ച് കീഴടക്കുകയും നമ്മുടെ കൾച്ചർ ഇല്ലാണ്ടാവുകയും നമ്മൾ വർഷങ്ങളോളം ഈ ഒരു ഇവരുടെയൊക്കെ മുഗൾ ഭരണമായാലും നമ്മൾ പറയുന്നുണ്ടല്ലോ കുറച്ച് ആൾക്കാരെ, അതുകൊണ്ടായിരിക്കുമോ ഇപ്പം അങ്ങനെ ഇനി ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കുമോ നമ്മൾ ഇതിനെയൊക്കെ അങ്ങ്? അല്ല, അതെന്താ വെച്ചാൽ ഇപ്പോൾ മുഗളന്മാരും മാത്രം ഹൂണന്മാരും ശകന്മാരും അവസാനം പറഞ്ഞ ബ്രിട്ടീഷുകാരും ഒക്കെ വന്നിട്ടുണ്ട്. വന്നപ്പോഴൊക്കെ എന്താ ഇവിടുത്തെ വിഷയം? നമ്മളിവിടെ ഇങ്ങനെ വലിയ പൊങ്ങച്ചം പറയുന്നുണ്ട്. ഇവിടുത്തെ പ്രശ്നം ഐക്യമില്ലായ്മയാണ്. ജാതിയുടെ പേരിൽ ഒക്കെ തന്നെയായിരുന്നു ഇവിടെ ഒരു കാലത്ത് ഉണ്ടായിരുന്നത്. അത് എന്ന് ആ സാധനം ഒരു ആരിലും വന്ന് കുത്തിയിട്ടൊന്നുമല്ല, ഇവിടെ ഉണ്ടായി വന്നതാ. ഇത് പിടിച്ചിട്ട് ഞാനൊരു രാമണൻ ഉണ്ടാക്കിയൊന്നും പറയില്ല. അങ്ങനെയാണ് ഇപ്പോൾ പൊലയനുമായിട്ട് പറയാനോടുള്ള അൺടച്ചബിലിറ്റി ഇല്ല ഉണ്ടാക്കാം. ഇതിപ്പോൾ ദലിതന്മാരൊക്കെ പറഞ്ഞാൽ നമ്പൂരി ഉണ്ടാക്കി, അതൊന്നും നമ്മൾ പറയില്ല, എന്നാൽ ബരിക്കാണ് മാറിക്കൂടെ. അപ്പോൾ അതൊന്നല്ല എൻ്റെ ശരി. ഈ ക്ലാസിഫിക്കേഷൻ ഇവിടെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഉണ്ടാക്കി വന്നു. അപ്പോൾ ഈ നാട്ടുരാജ്യങ്ങളായിട്ട് മറ്റുള്ളത് ഈ എന്താ പറയുക ഐക്യമില്ലാത്ത അവസ്ഥയാണ് ഈ മറ്റവരൊക്കെ കയറി മേഞ്ഞത്. ഇപ്പോഴും മറ്റുള്ളവർക്ക് സ്പേസ് എന്താ? ഈ ഐക്യമില്ലായ്മയ്ക്ക് കാരണമാണ് പറഞ്ഞതെന്ന്. റെപ്രസെൻറ്റേഷൻ ഇല്ല. അപ്പോൾ വന്ന മന്ത്രിസഭയിൽ പോലും ഹിന്ദുവിൻ്റെ കാര്യം കണ്ടില്ല. ഇത് പറഞ്ഞ ചണ്ടള വർഗീയത പറയുക അല്ല, റെപ്രസെൻറ്റേഷൻ, ഭരണഘടനാപരമായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ഹൈന്ദവമായിട്ടുള്ള സമുദായങ്ങൾക്കും വേണം. അപ്പോൾ പോയിട്ട് ഏത് സമുദായത്തിനാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഏതൊക്കെ സമുദായത്തിനാണ് ചിന്തിക്കണം, ഏതൊക്കെ സമുദായങ്ങൾക്ക് ഇല്ലയെന്ന് ചിന്തിക്കണം. അപ്പോൾ ഇത് ഞാൻ അതുകൊണ്ട് ഇരിക്കുന്ന വേഷം പോലെ തന്നെയാണ്. എൻ്റെ വിഷയം ആത്മീയം മാത്രമല്ല, ആത്മീയത പ്ലസ് ഭൗതികതയാണ്, യോഗഭോഗാത്മകമാണ്. അപ്പോൾ ഇവിടെ ഹിന്ദുക്കൾ പറയുന്ന രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ ഭരണ പങ്കാളിത്തമായാലും ശരി, മറ്റ് മതപരമായിട്ടുള്ള ആവശ്യങ്ങളായാലും ശരി, ആക്രമിക്കപ്പെടാതിരിക്കുകയാണെങ്കിലും ശരി, ഹിന്ദുക്കൾക്ക് വേണ്ടത് പരിപൂർണ്ണ റെപ്രസെൻറ്റേഷനോട് കൂടിയിട്ട് സംവിധാനങ്ങളാണ്. ആ സംവിധാനം തന്നെയാണ് എല്ലാ ആചാര്യന്മാരും ഗുരുക്കന്മാരും നേതാക്കന്മാരും തുടങ്ങി വെച്ച പ്രസ്ഥാനങ്ങളിലേക്ക് ഉദ്ദേശം. പക്ഷെ പ്രവർത്തന മണ്ഡലത്തിൽ എത്തുമ്പോൾ അങ്ങനെയല്ല. ഒരു പ്രത്യേക സമുദായത്തിലുള്ള ആളുകൾക്ക് മുൻതൂക്കം കൊടുക്കുന്നുണ്ട് ഹിന്ദു സമുദായത്തിലെ സംഘടനകളൊക്കെ. സമുദായത്തിൻ്റെ പേര് നമ്മൾ വേണമെങ്കിൽ അനുഭവം വേണമെങ്കിൽ അന്വേഷിച്ചോളൂ, പ്രസിഡന്റ് ആരാ സെക്രട്ടറി ആരാ അന്വേഷിച്ചോളൂ. ഇതൊന്ന് കിട്ടും. ആ ടോട്ടൽ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ നാഷണൽ കമ്മിറ്റിയുടെ ഉള്ളിലേക്ക് നോക്കി അറിയാം. സംഭവം ചണ്ടളവ വെറുതെ പറയല്ല. സന്യാസഭയാണെങ്കിലും തന്നെ സന്യാസഭയാണെങ്കിൽ ചിലപ്പോൾ പറഞ്ഞിട്ട് ദലിതനൊക്കെ സന്യാസി ഉണ്ടാവും, പക്ഷെ അവൻ്റെ ദർശനപരമായിട്ട് എല്ലാ ദർശനങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ടാവില്ല. ശങ്കര പരമ്പര മാത്രമൊന്നല്ലേ, മാധുവിൻ്റെ രാമാനുജൻ്റെ ഒക്കെ പരമ്പരയുണ്ട്. ഇവിടെ കൗളത്തിന് മത്സ്യനാഥിൻ്റെ പരമ്പരയുണ്ട്, ദത്താത്രേയ പരമ്പരയുണ്ട്, എക്സെട്ര. അപ്പോൾ അതുപോലെ മലബാർ സമ്പ്രദായമുണ്ട്. ഈ പറഞ്ഞ പോലെ മലബാരത്തിൽ തന്നെ പല സിസ്റ്റങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ റെപ്രസെൻറ്റേഷൻ വേണ്ടേ? അതല്ലേ ഹിന്ദു. ആ ഹിന്ദു ഇവിടെ ഉണ്ടാകുന്നില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഐക്യമില്ലാണ്ടാവുമ്പോൾ ഒരു ടീം അവരുടെ ആദർശം ഇങ്ങനെ പൊക്കിക്കൊണ്ടിരുന്ന നേരത്ത് ആ അമ്പ്ര എന്ന് പറയാൻ നമുക്കാവില്ല. കാരണം നാം ചിന്താശക്തിയുള്ള ആളാണ് നമ്മൾ. അപ്പം നമ്മളെ പക്ഷേ അംബേദ്കർ എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് പറഞ്ഞ നേരത്ത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? ഈ സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ വിഷയം എന്താ വെച്ചാൽ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നിച്ച് പോകാൻ പറ്റണ്ടേ? അത് പറ്റുമോ? ആശാണ് ഇന്നലെ വരെ അടിമയായി കഴിഞ്ഞതാണ്, ഇനിയും പറ്റുമോ എന്നുള്ള വിഷയമുണ്ട്. അതുകൊണ്ടാണ് ബാലഗംഗാധര തിലകനൊക്കെ ആദ്യം ഇതിന് നിൽക്കുന്ന നേരത്തും അവിടെ ഉണ്ടായിരുന്ന ഈ സോഷ്യൽ കോൺഫറൻസ് ഒരു വിഷയം ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ഇന്ത്യയിലുള്ള സോഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ സാമുദായികമായിട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ്. ഇത് ബാലഗംഗാധര തിലകനൊന്നും മൈൻഡ് ചെയ്തില്ല. കാരണം വെച്ചാൽ എങ്ങനെ അധികാരം കിട്ടിയാൽ മതി. അതിനുശേഷം ഗാന്ധി വന്നു, അപ്പോഴും പിന്നെ നെഹ്റുവിൻ്റെ ആവശ്യമായി, ജിന്നയ്ക്കും നെഹ്റുവിനും എങ്ങനെയെങ്കിലും ഈ നാടൊന്ന് ഭരിച്ചാൽ മതി. അപ്പോൾ ഗാന്ധി ചെയ്തു പണ്ടേതോ കോമഡി പറഞ്ഞ പോലെ തന്നെയാണ്, ആകെ എവിടെ അടിച്ചു, അതുകൊണ്ട് പാലം തുറന്നു, ഈ ഇതുമായി പുറകെന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ ഇത് പോവുകയാണ്. അപ്പം ഇപ്പം ഹിന്ദുവിൻ്റെ വിഷയം അങ്ങനെയാണ്. ഹിന്ദുക്കൾക്കിടയിൽ ഐക്യം ഉണ്ടായാൽ മതി.
എങ്ങനെയും ഐക്യം അപ്പം നമ്മൾ പറയുകയാണ് അങ്ങനെ എങ്ങനെയും ഐക്യം ഉണ്ടായി പറ്റില്ല. ഇന്നലെ വരെ അൺടച്ചബിലിറ്റി ഉണ്ടായിട്ടുണ്ടേ, അല്ല ഇനി ഉണ്ടാവില്ല. അൺടച്ചബിലിറ്റി ആയിരിക്കുമ്പോൾ കാരണം ഭരണഘടനകളുണ്ട്. പക്ഷെ മറിച്ച് ഈ ഒരു മത്സ്യമാംസാദികൾ കൊണ്ടുള്ള പൂജകളോ ട്രൈബ്സിൻ്റെ കാര്യങ്ങളോ ദലിതുകളോ അല്ലെങ്കിൽ ആദിവാസികളോ ഈ പറഞ്ഞ അത് മാത്രമല്ല ബ്രാഹ്മണി കൾച്ചറിലൊക്കെ ഉണ്ട് ഇത്ര ശാക്തിക വിഷയങ്ങൾ, ഇതൊക്കെ 2ാം നമ്പറായിട്ട് കാണും. അത് കാണുന്ന വ്യവസ്ഥ മാറിയിട്ട് വേണം ഐക്യപ്പെടാൻ. അത് ഐക്യപ്പെടണമെങ്കിൽ കേൾക്കണം കുട്ടി. ആ കേൾക്കലില്ലാന്ന് റിപ്പോർട്ടർ ചാനലുണ്ട്. ഹിന്ദു ഐക്യവേദിയുടെ ഇപ്പോഴത്തെ എന്താ പറയുക രക്ഷാധികാരി മുൻ പ്രസിഡന്റ് ശശികല ടീച്ചർ, ഞാൻ ഇരിക്കുന്ന റിപ്പോർട്ടർ ചാനൽ നികേഷ് കുമാറിന്റെ ചോദ്യത്തിന് മറുപടി കൊടുക്കുകയാണ്. എന്താ പറയുക, എലന്തൂർ കൊലപാതകം നടന്ന സമയത്താണ്. അപ്പോൾ ടീച്ചർ പറയാണ് ഇതാ ഇവിടെ മത്സ്യം മാംസമൊക്കെ വെച്ചിട്ട് രഹസ്യമായി പൂജിക്കുന്ന ആളുകളുണ്ട്, അവരെയൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്യണം. ഒരു ഹിന്ദു സംഘടന നേതാവാണ് പറയുന്നത്. ഈ മത്സ്യമാംസം വെച്ച് രഹസ്യമായി പൂജിക്കുക എന്ന് പറയുന്നത് എന്താണ്? അന്തശാക്ത ബഹിശൈവ സഭായാം വൈഷ്ണവ ശാക്തേന്റെ പ്രമാണമാണ്. രഹസ്യമായി പൂജിക്കാൻ എല്ലാ പൂജയ്ക്കും മത്സ്യം പുറത്തു വയ്ക്കില്ല, രഹസ്യാക്കും. അങ്ങനെ ചെയ്യുന്നതിനെ പിടിച്ച് അകത്തിറന്നുകൊണ്ട് ഹിന്ദു സംഘടന നേതാവാണ്. എന്താ ഇവർ ലക്ഷ്യം വെക്കുന്നേ? ഇത് പറഞ്ഞാൽ പറയാം ചണ്ടാളബാബയ്ക്ക് ഹിന്ദുക്കളുടെ വിരോധം. ഞാൻ ഹിന്ദുക്കളുടെ കാര്യമല്ലേ പറയുന്നേ. ഇവർ വിചാരിക്കും അല്ല പൊലയന്റെ കാര്യമല്ലാന്ന്. ബ്രാഹ്മണന്റെ പിടാരകന്റെ മൂസത്തിന്റെ അതുപോലെ തന്നെ ബംഗാളിലും അല്ലെങ്കിൽ മറ്റേ കൽക്കത്തയിലും ഒക്കെ ഉള്ള ആളുകളുടെ കാര്യം തന്നെ ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നേ. ഇത് കാശ്മീരി സമ്പ്രദായത്തിലൊക്കെ ഉള്ളതല്ലേ. പക്ഷെ അപ്പോൾ അവിടെ എന്താ വെച്ചാൽ ഈ ഫോക്കസ് മാറണം. എന്നിൽ ജാതി കാണുന്നു, അംബേദ്കറിൽ ജാതി കാണുന്നു ഒക്കെ പറഞ്ഞാൽ അതിനെ നേരെ ഉണ്ടാവുള്ളൂ. വിഷയം പരിഹരിക്കപ്പെടണം. ഹിന്ദുക്കൾക്ക് യൂണിറ്റി വേണമെങ്കിൽ സംശയമില്ല. ആ യൂണിറ്റ് വേണമെങ്കിൽ അച്ഛനായിട്ട് ഞാൻ പറയുക അവർ പറയുക ചെയ്യല്ല. പ്രത്യേകിച്ച് സംഘടനകളുടെ പ്രത്യേകത ഇതിനൊരു മാറ്റം വരണം. ആ മാറ്റത്തിലൂടെ മാത്രമാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ കുഴിമന്തി വിഷയാലും എല്ലാ വിഷയങ്ങളും ഇനി അങ്ങോട്ട് ഭരണശിരാ കേന്ദ്രത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സവിശേഷമായ രാഷ്ട്രീയ ചുറ്റുപാടിൽ ഹൈന്ദവർക്ക് ഐക്യം ഉണ്ടാവണം. ആ ഐക്യം ഉണ്ടാകണമെങ്കിൽ ഇവരിനെ തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. അത് നിതിൻ രാജിൻ്റെ കൊലപാതകം വരെ ഇതിലെ സബ്ജക്റ്റാണ്. നിതിൻ രാജ് കൊല ചെയ്യപ്പെടുന്ന സമയത്ത് സമരം ഉണ്ടാവുന്നില്ല. എവിടെയെങ്കിലും ഒരു പശു ചാവുന്ന നേരത്ത് കൊല്ലുന്ന നേരത്ത് സമരം ഉണ്ടാവുന്നുണ്ട്. കോഴിയിറച്ചിക്ക് വേണ്ടി സമരം ഉണ്ടാക്കി ഇല്ലേ? നിതിൻ രാജ് ഒരു ഹിന്ദുവായിട്ട് ജീവിച്ച മനുഷ്യനല്ലേ. പൂജ ചെയ്തോ അമ്പലം ചെയ്തോ എന്നല്ല, അയാളെ സർട്ടിഫിക്കറ്റ് ഹിന്ദുവാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സമരം വേണ്ടേ? ഇന്നലെ ഞാൻ കണ്ടൊരു കാര്യം കുട്ടി, എന്താ ജമാഅത്ത് ഇസ്ലാമിയോ ആ ടി വിയിൽ മീഡിയ വണ്ണിൻ്റെ ഒരു വാർത്ത ആഡ് ചെറിയ കഷ്ണം പോകുന്നത് കണ്ടതാണ് ഞാൻ ഇവിടെ ഫേസ്ബുക്കിൽ എവിടെ. ഇന്നലെ കോഴിക്കോട് വെച്ചിട്ട് ജമാഅത്ത് ഇസ്ലാമി നിതിൻ രാജിൻ്റെ കൊലപാതകത്തിലും ദലിത് പീഡനങ്ങൾക്കെതിരെയും അവരുടെ ആളുകൾ മുസ്ലിംസൊക്കെ കൂടിയിട്ട് അവർ വലിയൊരു പ്രതിഷേധവും ഇതൊക്കെ നടത്തിയിട്ടുണ്ട്. ഏതൊരു മുസ്ലിം വനിതയാണ് അതിന് സംസാരിക്കുന്നതിൻ്റെ ചെറിയ വാർത്ത കണ്ടത്. ഇവിടെയോ ഈ സ്പേസ് എവിടെ നിന്ന് ഉണ്ടാക്കുന്നു? ഈ സ്പേസ് ഉണ്ടാക്കണോ? ഈ സ്പേസ് ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. ഇത്രയേറെ ഹിന്ദുത്വം പറയുന്ന ചണ്ടാളപ്പയെ കള്ളൻ എന്ന് പറഞ്ഞപ്പോൾ ശശികല ടീച്ചർ കേട്ടിരിക്കുക. ഞാൻ കള്ളനല്ല എന്ന് പറഞ്ഞിട്ട് ഹിന്ദു നേതാവിൻ്റെ ഉത്തരവാദിത്തമല്ലേ, അല്ലെങ്കിൽ കള്ളനായിരിക്കണം. ഇതുവരെ എൻ്റെ പേരിൽ മോഷണ കേസില്ലല്ലോ, ഒരു മോഷണ കേസും ഇല്ലല്ലോ. പക്ഷേ അവിടെ എന്താണ് അവർ സമ്മതം കൊടുക്കും. പിന്നെ ഞാൻ ഇവരോട് എങ്ങനെ ഒന്നിച്ചു പോകാൻ പറ്റും? അതിന് ഈ പറഞ്ഞ അതിനു വേണ്ടി കണ്ഠരാജ് ഇവർ മോഷണ കേസിൽ സ്വർണ്ണക്കല്ലൊക്കെ കിട്ടു പറഞ്ഞപ്പോൾ ഇതേ ആളുകളിൽ പല ആൾക്കാരും കാണാൻ പോയി. സന്ദീപ് വാചസ്പതിയൊക്കെ കാണാൻ പോയിട്ടുണ്ട്. അത് പേരങ്ങനെ തോന്നുന്നു, അല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാണാൻ പോയിട്ടുണ്ട്. ഞാൻ കോഴി വെട്ട് ജയിലിൽ പോയ സമയത്തേക്ക് കോഴി ഇറച്ചി ഞാനല്ല, എന്നെ കാണാൻ ആരും വന്നിട്ടില്ല. ബാബയ്ക്ക് നമ്മളുടെ ഹിന്ദു സംഘടനകൾ തന്നെ വിസിബിലിറ്റി തരുന്നില്ല എന്നാണ് അപ്പോൾ പറയുന്നത്. വിസിബിലിറ്റി മാത്രമല്ല കുട്ടി, ഈ കഴിഞ്ഞ വർഷം നമ്മുടെ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം അതിൽ പങ്കെടുത്ത സമയത്ത് അവിടെ നിന്നുകൊണ്ട് ഒരു സന്യാസിയല്ല, എനിക്ക് തോന്നുന്നു വിജിതമ്പിയാണോ തോന്നുന്നു പറയുന്നത്. അദ്ദേഹം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു, ഇപ്പം ഉണ്ടോ എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു എന്ന് വെച്ചാൽ നരേന്ദ്രമോദിയുടെ ഒരു സ്കീമായിരുന്നു കേരളത്തിലെ ദരിദ്രരായിരിക്കുന്ന സന്യാസിമാരുടെ ആശ്രമങ്ങൾക്ക് ഫണ്ട് കൊടുക്കണം എന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് മാർഗദർശന മണ്ഡലത്തിലെ സന്യാസിമാർ കേരളം മുഴുവൻ സന്ദർശിച്ചതിന് വേണ്ടതൊക്കെ ചെയ്യാൻ പരിശ്രമിച്ചു. എനിക്കൊരു പൈസ വേണ്ട, പക്ഷെ എൻ്റെ ആശ്രമത്തിലേക്ക് വന്നിട്ടില്ല. കേരളത്തിലെ എത്ര ദലിത് പിന്നോക്ക ആശ്രമത്തിലേക്ക് ഒരു സന്യാസിക്ക് ജാതി ഉണ്ടോ എന്ന് ചോദിക്കാന്ന് അത് പറയാൻ പറ്റും. ഉണ്ട് എന്നതിൻ്റെ ബോധ്യമാണ്. ഉണ്ട്. ശിവഗിരി മഠത്തിലെ സന്യാസി ഈഴവന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഇപ്പം അടുത്ത് പിന്നോക്ക വിഭാഗത്തിന് വേണ്ടി മന്ത്രി വേണമെന്ന് പറഞ്ഞു, അല്ലാണ്ട് ബ്രാഹ്മണന് മന്ത്രി വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഇനി നേരെ മൂപ്പിൽ സ്വാമി മഠത്തിൽ പോയാലും അവർക്ക് വേണ്ട സംസാരിക്കും. ഉണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് പറയേണ്ടി വരികയാണ്. കാരണം അവർക്ക് അത്തരത്തിൽ പറയുന്ന ഒരാളിലുള്ളവർ മൗനികളാണ്. അപ്പോൾ എനിക്ക് പറയേണ്ടി വരികയാണ്. ഞാൻ ദലിതനാകുന്നത് എന്നെ ദലിതനാക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇനി എന്നെ വേണമെങ്കിൽ നായരാക്കാനും പറ്റും ഇവർക്ക്, അല്ല ഗുരുപരമ്പര കൊണ്ട് ബ്രാഹ്മണനും ആക്കാൻ പറ്റും. അതൊക്കെ ഇവരെ നിശ്ചയിക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് എന്താണോ ഇതിനകത്തിലേക്ക് വാങ്ങാൻ പറ്റുള്ളൂ. ദലിതൻ അഭിമാനത്തോട് വേണം, അപകർഷത എനിക്കില്ല. അപ്പം ഇവിടെയാണ് ഇവർ ഒരു കാര്യത്തിലും ഒരു സഹായം. ഇപ്പം തന്നെ കേരളത്തിലെ ദലിത് വിഭാഗങ്ങളുടെ അണ്ടറിൽ നിൽക്കുന്ന ഒരു തന്ത്രവിദ്യാപീഠം ഞാൻ നടത്തുന്നതാണ്. അതിന് സ്വന്തമായിട്ട് ഞാൻ തന്നെ ഭൂമി വാങ്ങിയതേ, ഞാൻ തന്നെയാണ് അതിന് കല്ലിറക്കിയിട്ട് പണിയെടുക്കുന്നത്. CITUകാരാണ് കുറച്ചെങ്കിലും എന്നോട് സഹകരിക്കുന്നത്. ചുമട്ട് തൊഴിലാളി വന്നിട്ട് പൈസ ഇല്ല എന്ന് പണിയെടുത്തുന്ന ശരി പകുതി പൈസ വന്നിട്ട് അവർ തരുന്നത്, വേറെ ഒരാളുടെ സഹായമില്ല. പിന്നെ എങ്ങനെയാണ് ഇവർ ഹിന്ദുക്കളെ സഹായിക്കുന്നത്? ഹൈന്ദവ ദർശനം പ്രചരിപ്പിക്കുകയാണ് ഞാൻ, എന്നിട്ടാണ് ഞാൻ കള്ളനായി എന്ന് പറയുന്നത്.
ഞാൻ ഹൈന്ദവ വിരുദ്ധമായിട്ട് നിങ്ങൾ കാവ്യ വസ്ത്രമൊന്നും ഉടുക്കാതെ നടക്കുന്നോണ്ടായിരിക്കോ മേ ബി? അത് കാവ്യ വസ്ത്രം വേണം. ഇവിടെ ആർക്കൊക്കെ കാവ്യ വസ്ത്രം ഉള്ളത്? കാവ്യ വസ്ത്രം ഇല്ലാത്ത ഒരുപാട് ആൾക്കാരില്ലേ? കാവ്യാണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്വാമി വിവേകാനന്ദൻ കാവ്യല്ല കൊടുത്തത്, അതിലൊരു കെട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വസ്ത്രത്തിന് അത് ഇവരെ തന്നെ ചിന്തിക്കുന്നത് ബാബാജി കാവ്യക്ക് എതിരാവും, ബ്ലാക്ക് അല്ലേ? അങ്ങനെയാണ് ശബരിമല അയ്യപ്പനെ ഇവര് കംപ്ലീറ്റ് വേണ്ടാന്ന് വെക്കുക. കല്ലേലി അപ്പൂപ്പൻകാവ് ഇവരൊന്ന് പോയി കാണാം. കറുപ്പ് മോശം. ഉത്തരേന്ത്യക്കാർ കറുപ്പിട്ട് കഴിഞ്ഞാൽ പലരും കരുതുന്നത് കൂടോത്രക്കാരാണെന്നാണ് കരുതുന്നത്. അത് വേറെ കഥ. പക്ഷെ എന്നിരുന്നാൽ പോലും ഹിന്ദു ധർമ്മത്തിന് വേണ്ടി ചണ്ടളവ് പ്രവർത്തിക്കുന്നുണ്ടോ? ഹിന്ദു വിരുദ്ധമായിട്ട് എന്ത് ചെയ്തു? എന്നെ കള്ളനോടൊപ്പം മൗനിയായി ഇരുന്ന ഓരോ നേതാക്കന്മാരും ചിന്തിക്കേണ്ട കാര്യം, ഹിന്ദു വിരുദ്ധമായി എന്ത് ചെയ്തു? ഈ കോഴിമാംസത്തിൻ്റെ കാര്യം ഹിന്ദു വിരുദ്ധമല്ല, ഹൈന്ദവമാണ്. ഹിന്ദുക്കളുടെ കടക്കിൽ കത്തിവെക്കുന്ന ഒരു കാര്യമില്ല. കാരണം വെച്ചാൽ ഞാൻ ഹിന്ദുവിലാ വരുന്നേ. അത് എത്ര ദളിതന്മാരോ ദളിത് ആക്ടിവിസ്റ്റുകളോ അല്ല എന്ന് പറഞ്ഞാൽ പോലും അംബേദ്കർ തന്നെ പറഞ്ഞു ഞാൻ ഹിന്ദുവായി ജനിച്ചു, ഹിന്ദുവായി മരിക്കില്ല എന്ന്. അപ്പോൾ ജനിച്ചപ്പോൾ ഹിന്ദു ആയിരുന്നു പറയുന്നുണ്ടേ. ആ ഹിന്ദു ആവുന്ന ഭരണഘടന പറയുന്നത് ഭൂപ്രദേശപരമായിട്ടാണ്, വേദിക് ബ്രാഹ്മണ്യത്തിൻ്റെ ഭാഗമായിട്ടല്ല. അപ്പം എനിക്കാണെങ്കിലും എനിക്കൊരു മുന്നോട്ട് പോകണമെങ്കിൽ ഇവരുടെ സഹായമില്ലാത്തവർ വന്നിട്ട് എവിടെയെങ്കിലും കൊണ്ടിട്ട് വേദി തന്നിട്ട് സംസാരിക്കാൻ ചെയ്തിട്ട് സംസാരിക്കും. ഇതൊന്നും അല്ല അനുഭവം. എനിക്ക് പേഴ്സണൽ ഒരു രൂപ വേണ്ട, അത് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ ഫാമിലിക്ക് വേണ്ട. ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ദർശനം പ്രചരിപ്പിക്കുക. കാരണം കൺവേർഷൻ നടക്കുന്ന എവിടെയാണ്? ഇപ്പോൾ തന്നെ ജിഹാദി കൺവേർഷനെ അല്ലെങ്കിൽ മുസ്ലിം കൺവേർഷനെ ഇവർ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. കേരള സ്റ്റോറിയെ കണ്ടിട്ടുണ്ടായിരിക്കും, സിനിമയിലും കേട്ടിട്ടുണ്ടായിരിക്കും. കാരണം എന്താ വെച്ചാൽ 4 സവർണ്ണ കുട്ടികളെ ഇവർ അടിച്ചു മാറ്റി കൊണ്ടുപോകും. കൂടുതൽ മതം മാറ്റി പോകുന്ന എവിടെയാ? ഈ പറയുന്ന പട്ടികജാതി ദളിത് പിന്നോക്ക കുട്ടികൾ. അതാരാ കൊണ്ടുപോകുന്നേ? ക്രൈസ്തവരാ. ആ ക്രൈസ്തവർ ഹിന്ദുത്വർക്ക് പുണ്യാളന്മാരാ. അല്ലെങ്കിൽ നോക്കിയോക്കൊണ്ടു പുണ്യാളന്മാരാ. ലോകത്തെമ്പാടും ആദിവാസി ഭിന്ന ഈ പറഞ്ഞ ട്രൈബ്സ് വിഭാഗത്തിനെ കംപ്ലീറ്റ് കൺവേർഷൻ നടത്തിയത് ക്രൈസ്തവരാ. ആ ക്രൈസ്തവ മതം മോശം എന്നല്ല പറഞ്ഞത്. ആ സംവിധാനം പുണ്യാളമാകുന്നു. എന്നാൽ 4 സവർണ്ണ കുട്ടികളെ കൊണ്ടു കഴിഞ്ഞാൽ അവർ ഭയങ്കര ഭീകരന്മാർ, രാജ്യവിരുദ്ധരാകും ചെയ്യുന്നെങ്കിൽ. അപ്പോൾ ഇതിന് കാരണം എന്താ? ഈ ആദിവാസി ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ പോകാൻ കാരണം അവരെ കൾച്ചർ അവർക്കറിയില്ല. ഇവരെ കൊണ്ടുപോയി പുണ്യാഹം കൊടുത്ത് പച്ചക്കറി കഴിച്ച് കഴിഞ്ഞാൽ അവർ നിൽക്കുമോ? ഇതൊക്കെ ജനറ്റിക്കലി ഒരുപാട് വിഷയങ്ങളുണ്ട്. അവിടെയാണ് അവരുടെ ഈ ഭാരതീയ സംസ്കാരം അവരിലേക്ക് കൊടുക്കാൻ വേണ്ടി അഹോരാത്രം ഇന്ന് തുടങ്ങിയതല്ല ഞാൻ. ഇന്നിപ്പോൾ സാമൂഹ്യ മാധ്യമത്തിൽ എന്നെ പോലെ വിഷയം ഒത്തിരി ആളുണ്ടാവും. പക്ഷേ എന്നെ അന്വേഷിച്ചപ്പോൾ എന്നെ എന്നോ ഏലംകുളം പഞ്ചായത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ നാട്ടിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകളുടെ ഇടയിൽ നിന്ന് ഈ പറയുന്ന ആദ്യമായി 4000 രൂപയുടെ ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങി തുടങ്ങിയതാണ്. അതും ഒരു RSS പയ്യനാണ് ബാബാജി ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പറഞ്ഞത്. അതിനുശേഷം പിന്നീട് യൂട്യൂബ് തുടങ്ങാൻ പറഞ്ഞത് ഗൾഫിൽ നിന്നൊരു എന്താ പറയുക ഒരു രമേശൻ നായരോ അങ്ങനത്തെ ഒരു നായരാ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഓരോരുത്തരും ഇതിൻ്റെ കാര്യങ്ങൾ എനിക്കറിയില്ല. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഇന്നിപ്പോൾ അഡ്മിന്മാരെ വെച്ചിട്ടൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോഴൊക്കെ ഞാൻ പറയുന്നത് എന്താ, ഈ നീതി നിഷേധത്തിനെതിരെ പറയുമ്പോഴും ഹിന്ദു ധർമ്മത്തിൻ്റെ ഭാഗമായിട്ട് ഹിന്ദു ധർമ്മം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവസ്വം ബോർഡിൽ എനിക്ക് ഈ പറഞ്ഞ അംഗീകാരം കിട്ടി, തന്ത്രിയായി അംഗീകാരം കിട്ടുമ്പോഴും ഞാൻ ദളിതുകൾക്ക് വേണ്ടി മാത്രമല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തുള്ളത്, ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. മഹാമാഗത്തിനെ അങ്ങേ റെപ്രസെന്റ് ചെയ്യാൻ വല്ലതും വിളിച്ചിരുന്നോ? അത് എന്താ വെച്ചാൽ എനിക്ക് പറയാൻ തന്നെ വിഷമമുണ്ട്. കാരണം എന്നെ വന്ന് കണ്ട ആളുകൾ പറഞ്ഞ് പുറത്ത് പറയാൻ പാടില്ല എന്ന്. ഈ പറഞ്ഞ മാമാങ്കം, ഈ എന്താ മാമാങ്കമല്ല, ഈ കുംഭമേള എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ കുംഭമേള കണ്ടിട്ട് തിരുനാവായിൽ നടക്കുന്ന സംഭവം. ഇത് തുടങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എന്നെ കാണാൻ വരുന്നത്. വെച്ചാൽ പാലം പണി പൊളിഞ്ഞല്ലോ, നിന്നില്ലേ. ഏറ്റവും കൂടുതൽ വിഷമിച്ച ഒരാളാണ് ഞാൻ. കാരണം ആ പാലം ഞാൻ ആ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അപ്പോഴേ പ്രശ്നം ഉണ്ടാക്കും. ഈ കൊടുങ്ങല്ലൂർ പോയേക്ക് അതിന് വിഷയമല്ല, പ്രശ്നം ഉണ്ടാക്കാനല്ല, നടന്നേ പറ്റുള്ളൂ. റെപ്രസെൻറ്റേഷൻ ഹിന്ദുവിൻ്റെ പക്ഷം മറച്ച് എന്ത് ചെയ്തു, ഇവരപ്പോൾ ഒന്നും വിളിച്ചില്ല. അതൊക്കെ പൊളിഞ്ഞ സമയത്ത് ഒരു ദിവസം രാത്രി ഒരു ശങ്കരാടി ശ്രീനിവാസനോട് പറയില്ലേ, അമ്പലത്തിലൊക്കെ പോകാൻ പക്ഷേ നല്ല മുണ്ടോട്ട് പോയാൽ മതിയായിട്ടില്ല. ഇത് പറഞ്ഞ പോലെ രാത്രി ഉണ്ട് എന്നെ കാണാൻ ആൾ വന്നിട്ട്, ആരാന്ന് ഞാൻ പറയുന്നില്ല, അത് മോശത്തരാവും. എന്നിട്ട് ഇവർ പറഞ്ഞു പുറത്തൊന്നും പറയണ്ട, ബാബാജിയോടെ പങ്കെടുക്കണം, ബാബാജിക്ക് എന്ത് വേണമെങ്കിലും ചെയ്തുതരാം. ഞാൻ പറഞ്ഞു പറ്റില്ല, നിങ്ങൾ അമൃത് കടയാന്ന് എഴുതിയിട്ട് ഒരു സൈഡിൽ നിന്നാണ് തുടങ്ങി. പക്ഷെ നിങ്ങളോട് ഒറ്റയ്ക്ക് ആവില്ല എന്നപ്പോൾ എന്നെ തിരഞ്ഞ് വന്നിരിക്കുക. ഞാനും എൻ്റെ മക്കളും വരില്ല. ഞാൻ എൻ്റെ മക്കളാണ്, എൻ്റെ അപ്പോൾ 4 കുട്ടികളല്ല, എൻ്റെ സമുദായത്തിൻ്റെ പ്രാതിനിധ്യം ഉണ്ടാകില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ എങ്ങനെ തുടങ്ങിയത്? അഗ്നിഹോത്രത്തിനാണ് തുടങ്ങിയത്. എന്തെങ്കിലും ഒരു പന്തം കൊളുത്തിയിട്ട് എൻ്റെ ദൈവയെ വിളിച്ചുകൊണ്ട് തുടങ്ങിക്കൂടാറില്ലേ? അതിനുശേഷം അവിടെ മറ്റ് പല ആചാരങ്ങളോടെ കാണാൻ ഒരുപാട് ആചാരങ്ങൾ. എന്നാൽ തന്നെ മലബാര സമ്പ്രദായത്തിൻ്റെ ആചാരം വന്ന സമയത്ത് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് മലബാര സമ്പ്രദായത്തിൻ്റെ ആളല്ല. കോഴിക്കോടുള്ള ഒരു അനുഭവം ഞാൻ കണ്ടിരുന്നു, അതിനോട് ഫോട്ടോ. കോഴിക്കോടുള്ള ഒരു ആചാര്യനാണ് ഈ മലബാരത്തെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ സംസാരിക്കാൻ കഴിയുന്ന, ഇതിന് വേണ്ടിയിട്ട് ജീവൻ ഒഴിഞ്ഞു വെച്ചാൽ നമ്മളെപ്പോലുള്ളവർക്ക് വേണ്ട. അത് നടത്തിയത് നമ്മളുടെ എന്താ പറയുക മണ്ഡലേശ്വരായിട്ടുള്ള ആനന്ദവന സ്വാമിയാണ്. ആനന്ദവന സ്വാമി എവിടേക്ക് പോയി ചണ്ടളാപുരത്തേക്ക് വന്നിട്ടില്ലല്ലോ. അതെന്താ ഈഴവനാന്ന് അദ്ദേഹത്തെ പറയുന്നുണ്ട്. ഞാൻ പറയല്ല, അദ്ദേഹം ബ്രാഹ്മണനായിട്ടുണ്ടെന്ന് പറയാം. പണ്ട് ഞാനൊരു എൻ്റെ ഒരു പരിപാടിക്ക് വിളിച്ച സമയത്തൊരു എന്താ പറയസ്വാമിയും അതുപോലെ തന്നെ ഒരു ആശാരി വിശ്വകർമ്മ സ്വാമി കൂടി പണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ യതിപൂജ എന്ന് പറഞ്ഞാൽ കല്ലേറ്റക്കാരനെയും തെങ്ങേറ്റക്കാരനെയും മുടിവെട്ടുകാരനെയൊക്കെ ഒന്നിച്ചിരുത്തിയിട്ടുള്ള ഒരു പൂജയാണ്. അപ്പോൾ എടുത്ത വഴിക്ക് ഈ പറയസ്വാമിയും സന്യാസിയും ഈ വിശ്വകർമ്മ സന്യാസിയും പറയും, അയ്യോ അത് പറ്റില്ല, ഞങ്ങളൊക്കെ സന്യാസിമാരല്ലേ, ബ്രാഹ്മണരല്ലേ. ഇത് പറഞ്ഞ പോലെയാണ് ഈഴവൻ മണ്ഡലേശ്വരാകുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ബാബാജി ഇങ്ങനെ ജാതി പറയരുതെന്ന് അങ്ങേക്കും തോന്നും. അല്ലാണ്ട് എന്താ ഒരു അർത്ഥമാക്കുന്നേ? ഈ ഇന്നിരിക്കുന്ന ശങ്കരാചാര്യ ഇപ്പോൾ അമൃതാനന്ദമായി പറഞ്ഞ പോലെ തന്നെ എത്ര പോലെ അവർ അംഗീകരിക്കില്ല എന്നോട് പറഞ്ഞുള്ളത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അവരെപ്പോലെ തന്നെ മനോഭാവം ഇദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹം ആ സ്ഥാനം കിട്ടുന്നവരങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ ആ ഒരു പരിപാടി ഏറ്റെടുത്ത് നടത്തുന്ന അദ്ദേഹമാണെങ്കിൽ ഈ സമ്പ്രദായ വ്യത്യാസമുള്ള കേരളത്തിൽ ശക്തമായി പ്രവർത്തിക്കുന്ന ആചാര്യന്മാരെ വിളിക്കണ്ടേ? അങ്ങനോട് ചോദിച്ചു ഉണ്ടായോ എന്ന് ചോദിച്ചു.
പക്ഷേ ഞാനൊരു കണ്ടീഷൻ ഞാൻ എൻ്റെ അടുത്ത് വന്ന ആളോട് പറഞ്ഞു, പരിപാടി കഴിയുന്നത് വരെ ചണ്ടാളബാബതിനെ കുറിച്ച് കാമാന്ന് കണ്ടില്ല. കാരണം കുത്തിത്തിരിപ്പുണ്ടാക്കാമല്ലോ, ഉണ്ടില്ല. എൻ്റെ FBO എവിടെ വേണമെങ്കിലും പോയി പോയിക്കോളൂ. ഞാനൊരു കാര്യം വേണ്ടിയിട്ടുണ്ടാവില്ല. ഇതുവരെ ഞാൻ അനാവശ്യമായിട്ട് ചില കാര്യങ്ങൾ ഞാൻ വേണ്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ ഒന്ന് ശ്രീചക്രം എഴുന്നള്ളിപ്പായിരുന്നു. ശ്രീചക്രം എഴുന്നള്ളിക്കാൻ അങ്ങനെ പറ്റില്ല, സമ്പ്രദായപരമായിട്ട് പറ്റില്ല. അപ്പോൾ അതിനെക്കുറിച്ച് വിവാദം വന്ന സമയത്ത് അതിൻ്റെ ആചാര്യം എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ആചാര്യനാണ്. എന്നിരുന്നാൽ പോലും അതിൻ്റെ ആചാര്യം എന്ന് വെച്ചാൽ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തന്ത്രരാജ തന്ത്രത്തിൽ നിന്നൊക്കെ 2 പ്രമാണങ്ങളൊക്കെ എടുത്തിട്ടു, ബാഹ്യപൂജനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതൊക്കെ തെറ്റിദ്ധരണ ഉണ്ടാക്കുന്ന തെറ്റായ വ്യാഖ്യാനങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് അതിൻ്റെ പ്രമാണം ഇന്നതാണ്, അതിൻ്റെ അർത്ഥം എങ്ങനെയല്ല, ബാഹ്യമായിട്ട് ചെയ്യാന്ന് പറഞ്ഞ ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് കൃത്യമായി അദ്ദേഹം പറഞ്ഞ അതേ ശ്ലോകങ്ങൾ എടുത്തുകൊണ്ട് എൻ്റെ കാര്യം പറഞ്ഞു. എൻ്റെ സഹോദരത്തിനായിരിക്കുന്ന മറ്റൊരാചാര്യനും തൃശ്ശൂരിൽ നിന്ന് ഇതേ കാര്യം സംസാരിക്കേണ്ടായി. അപ്പോൾ എന്താ വെച്ചാൽ ആ ശ്രീചക്രം അങ്ങനെ പ്രദർശിപ്പിക്കാൻ പാടില്ല. ഇനി പ്രദർശിപ്പിക്കുന്നതിനെ വെച്ചോളൂ, ആ ശ്രീചക്രം പരിപൂർണ്ണമായിരിക്കണം. ഇത് മരത്തിലുണ്ടാക്കിയ ശ്രീചക്രം, അടിയിൽ നിന്ന് സ്ക്രൂ കയറ്റിയ ശ്രീചക്രം. അതൊന്നും അങ്ങനെയൊന്നും ശ്രീചക്രം ചെയ്യാൻ പറ്റില്ല. ഇപ്പം ആ ശ്രീചക്രം എവിടെ? അന്ന് ജനങ്ങൾ തൊട്ട് വന്ദിച്ച ആ യജ്ഞശാലയിലുണ്ടായിരുന്ന ശ്രീചക്രം ഇപ്പോൾ എവിടെ ഇരിക്കുന്നു? എന്താണ് അതിൻ്റെ പൊസിഷൻ? നിങ്ങൾ പോയി നോക്കും. ഇത് കേൾക്കുമ്പോൾ എനിക്ക് വീണ്ടും പോകണം, ആചാര്യൻ എന്നോട് ക്ഷമിക്കണം. കാരണം അത് ധർമ്മവിരുദ്ധമാണ്. ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, അല്ലാണ്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ കുടുങ്ങിയ കള്ളിക്ക് വിളിക്കുക, എന്നിട്ട് നിങ്ങൾ വരണമെങ്കിൽ വന്നോളൂ, നിങ്ങൾ വന്നിട്ട് നമ്മുടെ ശിഷ്യന്മാരോട് പറയാം, നിങ്ങളെ പരിപാടിയൊക്കെ നോക്കട്ടെ, എന്നിട്ട് എന്താ നമ്മളെന്താ കൂലിപ്പണിക്കാരാണ്. കുട്ടികൾ നമ്മൾ പല ട്രൈബ് ഇപ്പോൾ എന്താ പറയുക വരാമെന്ന് പറയുന്നത് അട്ടപ്പാടിയിൽ നിന്ന്, മണ്ണാർക്കാട് നിന്നുണ്ട്, വയനാട്ടിൽ നിന്നുണ്ട്, ഇടുക്കിയിൽ നിന്നുണ്ട്, കൂടാതെ എന്താ പറയുക നമ്മളുടെ കാസർഗോഡ് നിന്ന്, ഇവിടുന്നൊക്കെ ട്രൈബ്സ് പല വിഭാഗക്കാരായിട്ട് നമ്മുടെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞു. വണ്ടി വിട്ടാൽ മതി, ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ട് പങ്കെടുപ്പിച്ചു വെച്ചതാണ് റെപ്രസെൻറ്റേഷൻ, ഔദാര്യമല്ല. ആനന്ദവരം ഭാരതി സ്വാമിക്ക് എന്ത് പ്രാതിനിധ്യമുണ്ടോ അല്ലെങ്കിൽ പ്രാധാന്യമുണ്ടോ എനിക്ക് വേണമെന്നില്ല. ഞങ്ങളുടെ പാരമ്പര്യ സമ്പ്രദായം പിൻപറ്റുന്ന ആചാര്യന് ഗുരുവിന് അത് കിട്ടിയിരിക്കണം. എനിക്ക് വേണമെന്ന് എപ്പോഴും വേണില്ല, കിട്ടിയിരിക്കണം, തന്നേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ വേണ്ട. അതുകൊണ്ടാണ് കാണാതിരുന്നത്. ഇവരിതൊക്കെ വെക്കുമ്പോഴും അങ്ങനെയല്ല ഊട്ടി. ഇവർക്ക് ഇപ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഒരു കവാത്ത് മറക്കലുണ്ട്, മറ്റുള്ളവരെ കാണുമ്പോൾ ഇതുണ്ട്. ഇത് മുസ്ലിങ്ങളിലൊക്കെ ഇത് ഉണ്ടെങ്കിൽ പോലും അവരത് മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു, പുറത്തേക്ക് വരില്ല. ഇപ്പം ഇന്നലെ പേര് സിനിമാ നടൻ മുസ്ലിം ആയതിനെ കുറിച്ചൊരു കണ്ടു, വിജയിൻ്റെ പോലെ ഒരു പയ്യൻ്റെ പേര് ജയ്. അവൻ പറഞ്ഞ അമ്പലങ്ങളിൽ പോയപ്പോൾ മാറ്റിയെടുത്തിൽ കണ്ടു. സത്യമല്ലേ? മോള് ഗുരുവായൂർ പോവുകയാണ്, ഈ പറഞ്ഞ പോലെ തന്നെ വേറെ വല്ല പൊളിറ്റീഷ്യനും വരികയാണ്, അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ വരികയാണ്, അല്ലെങ്കിൽ സിനിമാ നടി വരികയാണ്, ഏതെങ്കിലും സിനിമയിൽ മുഖം കാണിച്ചതായാലും വരികയാണ്, അനുഭവം എന്ത് ചെയ്യാം? മാറ്റം കൊണ്ടുപോകും. ഇമാരി തെമ്മാടിത്തരൊക്കെ ഇല്ലാണ്ടാവണം. ഒരു ആൾക്കും പ്രത്യേകിച്ചൊരു പ്രിവിലേജും ഭഗവാന്റെ മുന്നിലോ സന്നിധിയിലോ ഉണ്ടാവാൻ പാടില്ല. ആരും ആദ്യം വന്നോ അവർ. ഇതൊന്നും മാറ്റാൻ നമുക്ക് കഴിയില്ല. ഇത് സാമുദായികമായിട്ടും തന്നെ ഒരു നമ്പൂതിരിയും ഒരു നായരും ഒരു പൊലയനും ഒക്കെ സ്വാമി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിശ്വകർമ്മന് സ്വാമി വന്നു കഴിഞ്ഞാൽ, സന്യാസിമാർ വന്നു കഴിഞ്ഞാൽ ഇതുതന്നെയാണ് ഒരു ലിസ്റ്റ്. എൻ്റെ അനുഭവമാണ് തൃശ്ശൂർ സന്യാസ സംഗമത്തിൽ. കാരണം ഞാനിരിക്കുന്ന സമയത്ത് മൂപ്പിൽ സ്വാമിയെ പിന്നീട് വന്നപ്പോൾ ഇങ്ങനെ കൊണ്ടുവരികയാണ്, എന്നിട്ട് നമ്മളെ മുന്നിൽ ഒരു കാസേരയിട്ട് ഇരുത്താം. അയാൾ പിന്നെ വന്ന അയാൾ എവിടെ ഇരിക്കണ്ടേ? അവസാനം വന്ന ആളെ എവിടെ ഇരിക്കണ്ടേ? പുറകിലെ കസേരയിൽ ഇരിക്കുക. ഇയാളെ മുന്നിൽ എടുത്തിട്ട് അയാൾ ആരാണ്? ശങ്കരാചാര്യസ്വാമി ഒന്നുമല്ല. ശങ്കരാചാര്യസ്വാമി ഒന്നും ഇനി വരാൻ പോകുന്നില്ല. ശങ്കരാചാര്യസ്വാമി ആണെങ്കിൽ ഞാൻ രണ്ടാളനല്ലേ, അപ്പോൾ പിന്നെ പക്ഷഭേദമല്ലേ? ഈ ചിന്ത മാറണം. ഇതെൻ്റെ പ്രശ്നമല്ല. ഇതിനെ നോക്കിക്കാണുന്ന ഹിന്ദുയിസത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന, വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുന്ന പഴുതിടുന്ന ആളുകളുണ്ട്. ആ പഴുതടയ്ക്കണമെങ്കിൽ നമ്മൾ ആ ചിന്തയിൽ പോകണം.